We go through one of the greatest challenges in that's issues with the family, not only with the family life, along with the children also. 3 മാസങ്ങൾ ഏകദേശം മുമ്പ് ഇങ്ങനെ ഒന്ന് ഓർപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി സെമിനാറാണ്. ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷണൽ കൗൺസിലിംഗ് പാറ്റേൺ. അങ്ങനെ നിന്നുകൊണ്ട് ഹൗ ക്യാൻ വി ബിൽഡ് അപ്പ് എ ഗോഡ് ഗിവൺ ഫാമിലി ആൻഡ് സസ്റ്റെയിൻ ദാറ്റ് വിത്ത് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ദൈവം തന്ന ഒരു കുടുംബ ജീവിതം നിറഞ്ഞെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലാക്കാണ്. അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് മൈ ഫാമിലി, ദെൻ വൈ ഡു ഐ നീഡ് ടു ഹാവ് അനദർ കോൺഫറൻസ് ഹിയർ? നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങളെപ്പോലെ മണ്ടം ഉണ്ടാക്കാത്തവരൊന്ന് കൈവയ്ക്കുകയാണ്. ആരുമില്ല, നല്ല ഉറപ്പാണ്. കാരണം എല്ലാ ഫാമിലിയിലും വി ഗ്രോ ത്രൂ ദ കോൺഫ്ലിക്ട്സ്. പ്രതിസന്ധിയിൽ കൂടുതലാണ് നമ്മൾ വളരുന്നത്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഇൻ ദ ബൈബിൾ ആസ് സെഡ്, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദാവീദായിരുന്നു. വളരെ വലിയ പാട്ടുകാരനാണ്, പാട്ട് എഴുതുന്നവനാണ്, പ്രസംഗിക്കുന്നവനാണ്, എല്ലാം ചെയ്യുന്ന ദാവീദാണ്. ബട്ട് ഹി വാസ് എ ടോട്ടൽ അനുഭവിച്ച മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ദാവീദിന് പറ്റിയിട്ടില്ല. ആരാധിച്ചാൽ ഭാര്യ കുറ്റം പറയുന്നത്. ആലോചിച്ച് നോക്കുക, എഴുതി പാട്ടുകാരനാണ്. നമ്മൾ ദാവീദിൻ്റെ പാട്ട് പാടിയാണ് ഇവിടെ കിടന്ന് നിലത്തും താഴെ അല്ല തുള്ളുന്നത്. പക്ഷേ പുള്ളി ഫാമിലി അങ്ങനെയുള്ള പിന്നെ വേദപുസ്തകത്തിലെ മിക്കവാറും ടോപ്പ് ലീഡേഴ്സ് യു ടേക്ക് ദെയർ നെയിം, ഐ ക്യാൻ നെയിം ഇറ്റ് ആൻഡ് ഐ ക്യാൻ സേ ദാറ്റ് നോ ദേ വർ ഓൾ ഗ്രോയിങ് ത്രൂ ദ കോൺഫ്ലിക്റ്റ്. അങ്ങനെ വളരെ കോൺഫ്ലിക്റ്റിൽ കൂടാണ് ഫാമിലികൾ പോയത്. അതുകൊണ്ട് ഇന്ന് ചിൽഡ്രൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഊഷ്മളമായ ആത്മീക ബന്ധം ദൈവത്തിൽ സ്ഥാപിതമായത് എങ്ങനെ തുടരാൻ പറ്റും? അപ്പോൾ തന്നെ എങ്ങനെ അടുത്തൊരു തലമുറയെ അടുത്തിരിക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചേരെ. കാരണം ഈ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചിരിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം യു ക്യാൻ ഓഫർ എ സ്മൈൽ ടു യുവർ വൈഫ്. നിങ്ങളുടെ കാര്യങ്ങളാണ് അത് പറയുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ് വിത്ത് മീ. നമുക്കൊരുമിച്ച് ഒരു വാക്യം വായിച്ചിട്ട് യോശുവ ചാപ്റ്റർ 20, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത് വാക്യം നാം പ്രാരംഭമായി വായിക്കുന്നു. യോശുവ 24:15. ഇഫ് യു വാണ്ട് ടു റീഡ് ഇറ്റ്, somebody can read it loudly. കുറച്ച് നിങ്ങൾക്കൊന്ന് വായിക്കാം. യോശുവ 24:15. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. അതിന്റെ അവസാന ഭാഗമാണ് നമ്മുടെ ചിന്താവിഷയം. വായിച്ചു. ഞാനും എന്റെ കുടുംബവുമോ for me and my family or household we shall serve the Lord. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ. ഒരു വലിയ സോളിഡ് ഡിസിഷൻ യോർദാന്റെ തീരത്ത് നിന്നുകൊണ്ട് യോശുവ ചെയ്യുന്നതാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മുടെയൊക്കെ വീടിൻ്റെ കേരളത്തിൽ നിന്ന് വന്ന കോൺസെപ്റ്റിൽ കേരളം, ഞാൻ 22 വയസ്സ് വരെ കേരളത്തിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് കേരളമായിട്ട് എനിക്ക് ഒത്തിരി അറ്റാച്ച്ഡാണ്. അതുകൊണ്ട് കേരളത്തിൽ നമ്മുടെ മിക്കവാറും വീടുകളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബം യഹോവയെ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കണ്ടിട്ടില്ല ബോർഡ്? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ ഞാൻ കുറേ നേരം നോക്കി എന്താ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അതിനകത്ത് ആ സേ അങ്ങ് ചെതൽ നിന്നുപോയി. അപ്പം ഞാനും എൻ്റെ കുടുംബം യഹോവ വിൽക്കും എന്നാണ് അവിടെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു തീരുമാനമാണ്. അവിടെയുള്ള ഇസ്രായേൽ മക്കൾ സകലരോട് യോശുവ പറയുന്നുണ്ട്, യു ക്യാൻ മേക്ക് യുവർ ഓൺ ചോയ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തീരുമാനം എടുക്കാം. അല്ലയ്യ, നദിക്കപ്പുറത്ത് യു ക്യാൻ ജസ്റ്റ് ഹാങ് അറൗണ്ട് വിത്ത് ഓൾ ദ ഐഡൽസ് ആൻഡ് ഓൾ ദ ഐഡൽ വർഷിപ്പ് ദിസ് ഐഡലുള്ള നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ കുടുംബമായി ഒരു തീരുമാനം എടുത്തിരിക്കുക, ഞങ്ങൾ യഹോവയെ സേവിക്കും. സെർവ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കും എന്നൊരർത്ഥം കൂടെയുണ്ട്. സെർവ് എന്ന വാക്കിന് ശുശ്രൂഷിക്കുക എന്നൊരർത്ഥം കൂടെയുണ്ട്. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ തന്നെ ദൈവത്തിനു വേണ്ടി ഈ ഭൂമിയിൽ കുടുംബമായി എന്തെല്ലാം ശുശ്രൂഷ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു തീരുമാനമാണ് ജോഷുവ എടുത്തത്. സെയിം ഡിസിഷൻ ഇന്ന് രാവിലെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 55 വർഷം പഴക്കമുള്ള ഒരു വർഷം, 55 പറഞ്ഞാൽ 55th വെഡ്ഡിങ് ആനിവേഴ്സറി ഞാൻ പങ്കെടുത്തായിരുന്നു. എൻ്റെ ലോക്കൽ ചർച്ചിലല്ലെങ്കിലും വേറൊരു സമൂഹം, നമ്മുടെ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി തന്നെയാണ്. 55ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വളരെ സന്തോഷമായിട്ട് അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇരിക്കുകയാണ്. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്കും ഒരു കുഞ്ഞ് ജനിച്ചുണ്ട്. ദാറ്റ് മീൻസ് 4th ജനറേഷനെ കണ്ട് അപ്പച്ചൻ പറയുക, ഇവളെ കെട്ടിയ കാലം തൊട്ട് കഷ്ടകാലമാണ്. 55ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്നും അപ്പച്ചൻ പറയുന്നത് ഇവളെ കെട്ടിയ കാലം തൊട്ട് കഷ്ടകാലമാണെന്ന്. പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോവുക. നിങ്ങളിങ്ങനെ ചിരിക്കുന്നു, കാര്യം സന്തോഷമായിട്ട് ഇരിക്കുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ, ദൈവം തന്നതല്ലേ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാവിലെ പഠിക്കാൻ പോകുന്നത്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട കുടുംബം
എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് നാം കടന്നു വരണം. പുറമേ കാണുന്നതല്ല ദൈവമക്കളെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ജസ്റ്റ് ഹാവിങ് എ സ്മൈൽ ഓർ ഹാവിങ് ഈ അമേരിക്കൻ ഒരു വെസ്റ്റേൺ കൾച്ചറിനൊരു കുഴപ്പമുണ്ട്. അവർ എപ്പോഴും ഇങ്ങനെ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആം ഐ റൈറ്റ്? ഈ ഹസ്ബൻഡ് വൈഫിനോട് പറയും ഐ ലവ് യു, ഭർത്താവ് ഭാര്യയോട് തിരിച്ച് പറയും എന്ത് പറയും? നമ്മളങ്ങനെ മലയാളം എപ്പോഴും എന്ത് ചെയ്യത്തില്ല. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത്. വൈകിട്ട് നമുക്ക് ഉണർവ്യോഗമൊക്കെ വൈകിട്ട് നടത്താം. ഓക്കെ, ഹല്ലേലൂയ. അപ്പം പിന്നെ പക്ഷേ നമ്മൾ എന്ത് ചെയ്യത്തില്ല. അപ്പോൾ അത് തുറന്ന് നിങ്ങൾ പറഞ്ഞാട്ട് എന്താ പറയാത്തതിൻ്റെ കാരണം? അവരിടയ്ക്ക് അവർക്ക് ഈ മറന്നു പോകുന്നുണ്ട് ഇടയ്ക്ക് പറയുന്നത്. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കല്യാണം കഴിയുമ്പോൾ പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അത് മരണം വരെ നമ്മൾ അതുകൊണ്ടാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. എൻ്റെ അച്ഛൻ അവിടുത്തെ പോലെ എൻ്റെ കോവർക്കർ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ പറയുമല്ലോ, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞതാണ്. അതിനൊരു ചേഞ്ചും മരണത്താൽ മറയാത്ത ഒരു വലിയൊരിതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ നല്ല ബന്ധങ്ങൾ ഒന്ന് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ബിഗിൻ ബിയോണ്ട് ദ ഗ്രേവ്. കല്ലറയ്ക്കപ്പുറത്താണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആരംഭം എന്ന് പറയുന്നത്. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധം, ഊഷ്മളമായ ആഴമേറിയ ബന്ധം കഴിഞ്ഞാൽ രണ്ടാമത് ദൈവഭൂമിയിൽ സ്ഥാപിച്ച സംവിധാനം, പ്രസ്ഥാനം, ഓർഗനൈസേഷൻ പോലെ തന്നെ ആണ് അല്ലെങ്കിൽ കുടുംബ ബന്ധം. കല്ലറ വരെ നിൽക്കുന്ന ബന്ധമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ കല്ലറ വരെ നീണ്ടു നിൽക്കുന്ന ഏക ബന്ധം കുടുംബ ബന്ധമാണ്, ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ആ കാര്യം നമ്മൾ വളരെ ഓർക്കണം. അപ്പോൾ ഇന്ന് രാവിലെ നാം ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലെ ഊഷ്മളതയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. വളരെ കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പ്രിയ ദേവദാസിനെ ഓർപ്പിച്ചല്ലോ. ഇൻ വെസ്റ്റേൺ കൾച്ചർ വി സീ ദാറ്റ് നോ 10 out of 1 family is already divorced or like living like a single parent പറഞ്ഞ കണക്ക് ഡിവോഴ്സ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇത് കേൾക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, പണ്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഡിവോഴ്സ് റേറ്റ് 30% ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. പെൻഡിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ എക്സ്പെഷ്യലി എമംഗ് ദ മലയാളി പെൻഡിക്കോസ്റ്റൽസിൻ്റെ ഇടയിലും ഒട്ടും കുറവല്ല. അനേക കുടുംബങ്ങൾ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ബാംഗ്ലൂർ പട്ടണത്തിൽ, അമേരിക്കയിൽ, ലോകത്തിൻ്റെ രാജ്യങ്ങളിലൊക്കെ അനേക കുടുംബങ്ങളിൽ ഡിവോഴ്സ് ചെയ്തതിനെക്കാട്ടിൽ വളരെ വേഴ്സായിട്ടുള്ള വേറെ സിറ്റുവേഷനാണ് ഇൻ ദ സെയിം ഹൗസ് അല്ലെങ്കിൽ ദേ ലിവ് സെപ്പറേറ്റ്ലി. ഒരേ വീട്ടിൽ തന്നെ രണ്ടായിട്ട് താമസിക്കുന്ന ഫോർ ദ സേക്ക് ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാണ്. ബട്ട് യു ഷുഡ് നോ ദാറ്റ് നോ അവർ കിഡ്സ് ആർ ഒബ്സർവിങ് അസ്. നമ്മളെ കാണുന്ന ഒരു തലമുറയാണ്. അപ്പം ഒരേ വീട്ടിൽ തന്നെ ഡിവോഴ്സുകളെ പോലെ ജീവിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് ഫോർ ദ സേക്ക് ഓഫ് ദ സൊസൈറ്റി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവസഭയുടെ കരുത്ത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. സഭ നന്നാകണമെങ്കിൽ നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം. നല്ല കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങളാണ് സഭയുടെ കരുത്തെന്ന് പറയുന്നത്. സ്തോത്രം. വ്യക്തികൾ മാത്രമല്ല, നല്ല കുടുംബ ബന്ധങ്ങൾ, ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയാണ് ദൈവസഭകളുടെ കെട്ടുറപ്പ്. വിശുദ്ധ തിരുവെഴുത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കുടുംബത്തിൻ്റെ സ്ഥാപനം തുടങ്ങി, വെളിപ്പാട് പുസ്തകത്തിൽ നിത്യനിയമത്താൽ ആടുകളുടെ വലിയിടനായ യേശു എന്ന മണവാളനുമായി ദൈവസഭയുടെ വിവാഹം എന്ന മനോഹരമായ ഒരു അലലിയ കാഴ്ചയിലേക്കാണ് പരിശുദ്ധ വചനം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഒരു പിടി മണ്ണിൽ ആരംഭിച്ചതാണ് കുടുംബം എന്ന ദൈവത്തിൻ്റെ പദ്ധതി. നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം തൻ്റെ സ്വരൂപത്തിൽ അല്ലിയ പക്ഷികളെ സൃഷ്ടിക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കി ഉളവാകട്ടെ എന്ന് പറഞ്ഞു. മത്സ്യങ്ങളെ സൃഷ്ടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കി പലല്ലേ സകലവിധ അലലിയ ചലിക്കുന്ന മത്സ്യങ്ങളും ഉളവാകട്ടെ എന്ന് പറഞ്ഞു. മൃഗങ്ങളെ ഭൂമിയുടെ അന്തരീക്ഷങ്ങളിലേക്ക് നോക്കിയിട്ട് ദൈവം പറഞ്ഞു സകല മൃഗങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ദൈവം തന്നിലേക്ക് നോക്കിയിട്ടാണ് പറഞ്ഞത് അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ദൈവത്തിൻ്റെ അതേ സ്വരൂപം, ദൈവത്തിൻ്റെ അതേ സാദൃശ്യം, ദ ഇമേജ്, ദ ലൈക്ക്നെസ് ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് വാസ് റിസംബ്ലിംഗ് അപ്പോൺ ദ മാൻ ഹി ക്രിയേറ്റഡ്. അപ്പോൾ ദൈവം നിർമ്മിച്ച മനുഷ്യനിൽ ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ഉണ്ടായിരുന്നത്. കണ്ണാടിയിൽ നോക്കിയിട്ടൊരു രൂപം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ ദ സിമ്പിൾ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്, ഭർത്താവിനോടും ഭാര്യയോടൊക്കെ സ്നേഹമായിട്ട് പെരുമാറിയിട്ട് കണ്ണാടി പോയി നോക്കിയാൽ ദൈവത്തെ കാണാം, ഇല്ലെങ്കിൽ പിശാചിനെ കാണാം. ഇത്രയേ ഉള്ളല്ലേ. അവൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നതല്ലേ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന മന്ദിരങ്ങളാണ് നാം. അപ്പം ദൈവം സൃഷ്ടിച്ചാണ് നിലത്തെ ചുമന്ന മണ്ണ്, അടമ എന്ന് പറയുന്ന റോസി സോയിൽ എന്ന അടമ. ദൈവം രൂപം കൊടുത്ത്, ഭാവം കൊടുത്ത്, ഭാഷ കൊടുത്ത്, ഒരു മണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി മനുഷ്യനാക്കിയിട്ട് അതിലേക്ക് തൻ്റെ അംശമായ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തൻ്റെ കൈകൊണ്ട് മെനഞ്ഞ മനുഷ്യൻ. അതുകൊണ്ടാണ് എപ്പോഴും മണ്ണ് ചേർത്താണ് ദൈവം തൻ്റെ സൃഷ്ടിയെ സംസാരിക്കുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ കുശവനെ കുറിച്ച് പറയുന്നതും ഒക്കെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നതും
അല്ലെ അവൻ കുശവനും നിങ്ങൾ കളിമണ്ണുമാണ്. ദൈവം മെനയുന്ന ദൈവമാണ്. അങ്ങനെ കുടുംബം എന്ന പദ്ധതി അവിടെ ആരംഭിക്കുകയാണ്. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതറിയണം. അല്ലല്ല, ഇഷ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇഷ് ആൻഡ് പവർ. നമുക്ക് അധികാരത്തോടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, സകലത്തെയും വാഴുവാൻ. രണ്ടാമത് ഇവിടെ നാം ഉപയോഗിച്ചിരിക്കുന്ന പദം അല്ലെ 28-ാം വാക്യത്തിലാണ് ടു സബ്ഡ്യൂഡ് എവരിത്തിങ്, സകലത്തെയും അടക്കി ഭരിക്കുവാൻ. യു ഷുഡ് ഹാവ് അല്ലെ കഴിക്കാൻ കൂടിയാണ്. പക്ഷെ എല്ലാം തിന്നരുത്, എല്ലായ്പ്പോഴും തിന്നരുത്, എല്ലാവരുടെയും കൂടെ തിന്നരുത്, എല്ലായ്പ്പോഴും തിന്നരുത്. ഞാൻ പറയാൻ മനസ്സിലായല്ലോ? എല്ലാം തിന്നരുത്, പിന്നെ എല്ലായ്പ്പോഴും തിന്നരുത്, പിന്നെ എല്ലാവരുടെ, ഇതെല്ലാം കൊരിന്ത്യർ ലേഖനത്തിലെ കാര്യങ്ങളാണ്. എല്ലാവരുടെയും കൂടെ തിന്നരുത്, പിന്നെ പിന്നെന്താ, പിന്നെ എല്ലാം തിന്നരുത്, എല്ലായ്പ്പോഴും തിന്നരുത്, എല്ലാവരുടെയും കൂടെ തിന്നരുത്. ഇതൊക്കെ എനിക്ക് വചനത്തിലുണ്ട്. കാരണം എന്ത് നമ്മൾ കഴിക്കുന്നതൊക്കെ അറിയണം. അപ്പോൾ ഇവിടെ പറഞ്ഞു ഭൂമിയിൽ നിന്ന് വിത്തുള്ള സസ്യങ്ങളും ഫലങ്ങളും 1:14 പറയുന്നത് ഉളവായി വരട്ടെ. ഇതെല്ലാം മനുഷ്യനെ കഴിക്കാൻ കൊടുത്തിരിക്കുന്നതാണ്, മനുഷ്യനെ കഴിക്കാൻ കൊടുക്കുന്നതാണ്. അത് നമ്മൾ വളരെ ഓർത്തോണം. സ്തോത്രം. അതുകൊണ്ട് കഴിപ്പിനെ കുറിച്ച് ഞാൻ പിന്നീട് ഓർപ്പിക്കാം. കുടുംബജീവിതത്തിലേക്ക് നമുക്ക് അറിയല്ലോ. അടുത്ത് അവർക്ക് ഒരു പ്രൊഫഷനും കൂടെ കൊടുത്ത് 2:15 വാക്യം. ദൈവം ഒരു കുടുംബം ഉണ്ടാക്കിയാൽ കുടുംബത്തിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ആ ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് അത്. 2:15 പറയുന്നത് മനുഷ്യനെ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനും പിന്നെന്തിനാ തോട്ടത്തിലെ വേല ചെയ്യുവാൻ, അല്ലല്ലേ, ടു കീപ് ദ ഗാർഡൻ ആൻഡ് വർക്ക് ഇൻ ദ ഗാർഡൻ. ഈ രണ്ട് കാര്യങ്ങൾ മറന്നു പോകല്ലേ. ഒരു കുടുംബമാണ് ഇനി സംസാരിക്കുന്നത്. രണ്ടു പേരും കൂടെ വേണം വീട്ടിൽ അധ്വാനിക്കാൻ. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വി നീഡ് ടു വർക്ക് ടുഗദർ. നമ്മുടെ ഒരു ഭാഷയുണ്ടല്ലോ, ഭാര്യയുടെ ജോലി എന്താണ്? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയത്തില്ല ചോദിച്ചു. ഇത് അയർലൻഡ് അല്ലല്ലോ, കഴിഞ്ഞ ദിവസം അയർലൻഡിലാണ് മാറി. ഇതെവിടെ എന്താ ലാൻഡ്? ന്യൂസിലൻഡ്, സോറി. അപ്പം ഏതോ ഒരു ലാൻഡാണ്. അപ്പം നമ്മൾ പറയുന്നത് ന്യൂസിലൻഡിൽ അല്ലേ. വാട്ട് ഇസ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് യുവർ വൈഫ്? ഭാര്യയുടെ ജോലി എന്താ? ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നേഴ്സിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്, അല്ലേ? ഭാര്യയെക്കുറിച്ചുള്ള ഭർത്താവിൻ്റെ സങ്കല്പം എന്ത്? നിങ്ങളുടെ സങ്കല്പത്തിലെ ഭാര്യ അങ്ങനെയൊക്കെ പറയത്തില്ല. എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ, എൻ്റെ സങ്കല്പത്തിലെ ഒരു സങ്കല്പവും ഇല്ലെന്നേ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനൊന്നും ഇല്ല. സ്തോത്രം. നമ്മൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് മനസ്സിലാക്കേണ്ട ഒത്തിരി ആത്മീയ സത്യങ്ങളെ പറഞ്ഞു വരുന്നത്. അല്ലല്ലേ, തോട്ടം സൂക്ഷിക്കണം. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഗാർഡ് യുവർ ഗാർഡൻ. നിങ്ങളുടെ തോട്ടം സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നെവർ ലെറ്റ്. 2 പേര് മാത്രമുള്ള തോട്ടത്തിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് മൂന്നാമതൊരു വ്യക്തി പാമ്പിന്റെ രൂപത്തിൽ ഇഴഞ്ഞു കയറി അവരുടെ കുടുംബജീവിതം തകർത്തു, അവരുടെ ആത്മീയം തകർത്തെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ചറിയണം, നെവർ ലെറ്റ് എ തേർഡ് പേഴ്സൺ ടു ഇൻട്രൂഡ് ഇൻ യുവർ ഫാമിലി. അല്ലല്ലേ, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തി സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട്, ദൈവത്താൽ ആശീർവദിക്കപ്പെട്ട്, ദൈവത്താൽ നടത്തി ഈ കുടുംബത്തിനകത്ത് ഒരു തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പനിങ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഫാമിലി. ദാറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ഫാമിലി ഇഷ്യൂസ്. കാരണം വി ലെറ്റ് ദ തേർഡ് പേഴ്സൺ ടു ഗെറ്റ് ഇൻ ടു യുവർ ഫാമിലി. മൂന്നാമതൊരു വ്യക്തി, ദൈവമല്ലാതെ വേറൊരു വ്യക്തി ഫാമിലിക്കകത്ത് ക്രീപ്പ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തോട്ടം സൂക്ഷിക്കണം. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഗാർഡ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നെവർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിത്ത് ദ ചർച്ച് ഓർ ദ ചർച്ച് ഫാമിലി ഓർ ദ പാസ്റ്റർ. നിങ്ങളുടെ കുടുംബം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സഭയെയും പാസ്റ്ററെയും അല്ല ഏൽപ്പിക്കേണ്ടത്. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റിയാ കുടുംബം സൂക്ഷിക്കേണ്ടത്. കുടുംബം പൊട്ടിത്തകരാൻ സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ദാറ്റ്സ് എൻട്രസ്റ്റഡ് വിത്ത് യു, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നിങ്ങൾ വേണം അത് ചെയ്യാൻ. അതെങ്ങനെ ചെയ്യണം? ഒരുമിച്ച് ചെയ്യണം. തോട്ടം സൂക്ഷിക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ വൈഫ് ഇൻ ദ ഹൗസ്? ഏതൊക്കെ ജോലിയാണ് ഭാര്യ ചെയ്യേണ്ടത്, ഏതൊക്കെ ജോലിയാണ് ഭർത്താവ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, ഇത് ഓപ്പൺ ഫോറമാണ്, ഡിസ്കഷനാണ്, ഒരുമിച്ച് സംസാരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ്? ഞാൻ ഭാഷമാടി വരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തൊക്കെ ജോലിയാണ് ഭാര്യ ചെയ്യേണ്ടത്? കണ്ടോ, നമ്മുടെ മനസ്സിൽ എങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്യണം? ഈറ്റിംഗ്. എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത് പറഞ്ഞാട്ട്? അങ്ങനെ ഒരു സെപ്പറേറ്റ് ജോലി ഇല്ലെന്നേ. അല്ലല്ലയ്യ, ഒരുമിച്ച് എല്ലാവരോടെ ചേർന്ന് വേണം എല്ലാ ജോലിയും ചെയ്യാൻ. പ്രൈസ്കോടല്ലയ്യ, അവരെ കൊണ്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ രാവിലോട്ട് കിച്ചണിൽ കയറി ചിക്കത്തെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വി നീഡ് ടു വർക്ക് ടുഗദർ. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ ഇറ്റലിയിൽ നിന്ന് കൊരിന്തിലേക്ക് മൂവ് ചെയ്ത അക്വിലാവും പ്രിസ്കില്ലയും എന്ന് പറയുന്ന കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ദേ വോക്ക് ടുഗദർ. അവർ ഒരുമിച്ചാണ് അക്വിലാവും പ്രിസ്കില്ലയും ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവർ ഇരുവരും കൂടാരപ്പണി ചെയ്യുന്നവരായിരുന്നു. ദേ വർക്ക് എലോങ് വിത്ത് പോൾ എന്നാണ് പറയുന്നത്. സോ ദേ വോക്ക് ടുഗദർ, ദേ വർക്ക് ടുഗദർ. അവർ ഒരുമിച്ച് അധ്വാനിച്ചു. കുടുംബത്തിന് വേണ്ടി എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഒരുമിച്ച് അധ്വാനിക്കണം. സക്സസ്ഫുൾ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നീഡ് ടു വർക്ക് ടുഗദർ.
അല്ല, ദർ ഇസ് എൻ ഓപ്പറേഷൻ, ദർ ഇസ് നോ കോപ്പറേഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് വേണം അധ്വാനിക്കുവാൻ. ആ കാര്യം മറന്നു പോകല്ലേ. ഓക്കെ, തോട്ടം സൂക്ഷിക്കണം, കുടുംബം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. കുടുംബത്തിൽ വേല ചെയ്യേണ്ട ഉത്തരവാദിത്വവും ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അടുത്ത ഹല്ലേലൂയ 2:18 വരുമ്പോൾ, ജെനസിസ് ചാപ്റ്റർ 2:18, 2:18 വരുമ്പോൾ ദൈവം തന്നെയാണ് പറഞ്ഞത്, ഗോഡ് ഈസ് ദ വൺ ഹു ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദ ഫാമിലി. നമ്മൾ കല്യാണ സമയത്ത് മാത്രമേ ഇതൊക്കെ പ്രസംഗിക്കാറുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ദൈവം അവന് തക്കതായൊരു ഹെൽപ്പർ ഉണ്ടാക്കി കൊടുത്തു, തക്കതായ ഒരു തുണയെ അവൻ ഉണ്ടാക്കി കൊടുത്തു. ആദമിനാണ് ഹല്ലേലൂയ. നാട്ടിലൊക്കെ പെണ്ണ് കാണാൻ പോയവരുണ്ട് ഇതിനകത്ത്, കാണുമല്ലോ, മലയാളി കുടുംബങ്ങളല്ലയോ ഇപ്പോഴല്ലേ കണ്ടേ പെണ്ണ് കാണാൻ പോകുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്, അതല്ലേ പാസ്റ്റർ? കണ്ട കൈ പൊക്കുന്നുണ്ട് സന്തോഷത്തോടെ. അങ്ങനെ കിട്ടിയത് അടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ നാട്ടിലൊക്കെ ഒരു ചടങ്ങുണ്ടായിരുന്നു, പെണ്ണ് കാണാൻ. പണ്ട്, ഇപ്പോഴൊന്നും ഇല്ല, പണ്ട്, കാരണം എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഓക്കെ, പെണ്ണ് കാണാൻ പോകുന്ന പറഞ്ഞ് കേരളത്തിലുണ്ടായിരുന്നു. എത്ര അച്ചപ്പം തിന്നവരെ ഇവിടെ ഇരിക്കുന്ന അറിയാമോ? മാറി അച്ചപ്പവും മിച്ചറും എല്ലൊക്കെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അവസാനം ഒന്നും നമുക്ക് കിട്ടും. ഓക്കെ, എനിവേ, അപ്പോൾ ഈ അങ്ങനെ വരുമ്പോഴല്ലേ പ്രപ്പോസൽസ് എന്നതിന് പറയുന്നത്. എന്താ പറയുന്നത്? വെസ്റ്റേൺ കൾച്ചറിൽ മാൻ വിൽ ഗോ ആൻഡ് പ്രപ്പോസ് ടു ഹിസ് ബ്രൈഡ്, അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പോയിട്ട് മുട്ടൊക്കെ മടക്കി നിന്നിട്ട് നീ എന്നെ കെട്ടാമോ എന്നൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇറ്റ്സ് എ വെസ്റ്റേൺ കൾച്ചറല്ലേ, വിൽ യു മാരി മീ എന്നൊക്കെ പറയുന്ന ഒരു കൾച്ചറുണ്ട്. ഓക്കെ, എനിവേ, ഇവിടെ പറഞ്ഞു വരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ വന്നത് ആദമിനാണ്. ഏറ്റവും കൂടുതൽ. 2:18 വായിച്ചാട്ടെ, 2:18 തൊട്ട് താഴോട്ട്. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുന്നിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് പറക്കുന്ന കഴുകൻ തുടങ്ങി തറയിൽ കൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഇഴജന്തുക്കളും സമുദ്രത്തിൽ ചലിക്കുന്ന സകല മത്സ്യങ്ങളും ആകാശത്തിലെ പറവജാതികൾക്കും കാട്ടിലെ സകല മൃഗങ്ങൾക്കും പേരിട്ടത് ആരാണ്? ആദമാണ്. അവൻ അവയ്ക്കിട്ട പേര് പിന്നീട് പേരായി മാറി. നമുക്കറിയുന്ന കാക്കയും പട്ടിയും പൂച്ചയും പശുവും ആടും പുലിയും ചെന്നായും ഒക്കെ ആരിട്ട പേരാ? എന്തൊരു ബുദ്ധിയാ നോക്കിയ മനുഷ്യന്. ശ്രദ്ധിക്കണം കേട്ടോ സഹോദരന്മാരെ. അടുത്തിരിക്കുന്ന അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു ബുദ്ധിയായ മനുഷ്യനെന്ന്. അത് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, എന്താ നീ പറയാൻ ഇത്ര മടിക്കുന്നത്? നിങ്ങളെക്കാട്ടി ബുദ്ധി നിങ്ങളുടെ അച്ഛനുള്ളതിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രായം നിങ്ങൾക്കായിരിക്കും കൂടുതൽ, ശമ്പളം നിങ്ങൾക്കായിരിക്കും കൂടുതൽ, ആരോഗ്യം നിങ്ങൾക്കായിരിക്കും കൂടുതൽ, പക്ഷെ ബുദ്ധി ഭർത്താവിനാണ് കൂടുതൽ. അത് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇത്ര ബുദ്ധി കൊടുത്ത ദൈവത്തിനൊരു സ്തോത്രം. ഭൂമിയിലുള്ള സകലത്തിനും പേരിട്ടതാരാ? ഭൂമിയിലുള്ള സകലത്തിനും പേരിട്ടത് ആ ബുദ്ധി എന്നാലോചിച്ചു. നമുക്കല്ല, എൻ്റെ ചില 554 പേരുണ്ട്. എനിക്ക് ഒരുമാതിരിപ്പെട്ട പേരൊക്കെ അറിയാം, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ചിലപ്പോൾ ഈ കൊച്ചു പിള്ളേരൊക്കെ പോകുമ്പോൾ ഇതിനെയൊക്കെ കാണുമ്പോൾ ഏതൊക്കെയാണ് എല്ലാം സാബു, സോളി, ഷിബു, മോളി, സൂസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് തിരിച്ചറിയാൻ. എന്നിട്ട് ആലോചിച്ച് നോക്കിയാൽ സകലത്തിനും ആര് പേരിട്ടു? ആദാം പേരിട്ടു. അത്ര കരുത്തുള്ള മനുഷ്യരായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം, കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. അപ്പൊ ഈ സകല മൃഗങ്ങളും വാക്കിംഗ് വൺ ആഫ്റ്റർ വൺ അല്ലേ? ആന പോകുന്നു, കഴുത പോകുന്നു, പുലി പോകുന്നു, ചെന്നായി പോകുന്നു, കുറുക്കം പോകുന്നു, എല്ലാം പോകുന്നു. പക്ഷെ പുള്ളി പറഞ്ഞു, ഇതല്ല എനിക്കുള്ള എൻ്റെ ഇഷയല്ല ഈ പോകുന്നതെന്ന് പറഞ്ഞു. എൻ്റെ സ്ത്രീ അല്ല ഇത് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ആദ്യമേ വന്ന് ആനയെ ഇഷ്ടപ്പെട്ടെന്ന് കെട്ടിയായിരുന്നെങ്കിലും വീട് മൊത്തം ചവിട്ടി പൊളിച്ചാൻ. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയേ, ദൈവം കൊണ്ടുവരുന്നത് വരെ കാത്തിരിക്കണം. സ്തോത്രം. യൂണിറ്റ് ടീച്ച് അവർ ജനറേഷൻ. ഹല്ലേലൂയ. മുന്നിൽ കൂടെ പോകുന്നതെല്ലാം എൻ്റെയാണെന്നുള്ള ആവേശത്തിൻ്റെ ഒരു വലിയ തെറ്റിദ്ധാരണ ഭൂമിയിൽ നടക്കുന്നുണ്ട്. I am educated, I am qualified, I have money, hallelujah, I am beautiful, everything is with me, so whatever I am attracted towards that's belong to me. No, അതല്ല ബൈബിളിലെ പ്രമാണം. നിങ്ങൾക്കുള്ള തക്ക തുണയെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. കിട്ടിയവരുടെ കാര്യമല്ല പറയുന്നത്, കെട്ടാൻ പോകുന്നവരുടെ കാര്യം. അപ്പോൾ കിട്ടിയവർ ബി ഹാപ്പി വിത്ത് വാട്ട് യു ആർ കണ്ടന്റ് വിത്ത് യു ഹാവ്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. സ്തോത്രം. ഇപ്പോഴത്തെ പ്രശ്നമല്ല പറയുന്നത്, നമ്മുടെ ജനറേഷനെ പറഞ്ഞു പഠിപ്പിക്കണം. മുന്നിൽ കൂടെ പോകുന്ന എല്ലാം എൻ്റെ അല്ല മക്കളെ. മുന്നിൽ കൂടെ പോകുന്നത് കാണുന്നതെല്ലാം നമുക്കുള്ളതല്ല. ദൈവത്തിൻ്റെ സമയമുണ്ട്. The right time he will bring it, the right person in your life. He won't be early, he won't be late, and he will make it happen at the beautiful time. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. നോക്കിക്കട്ടെ, അപ്പം ഇതെല്ലാം മുന്നിൽ കൂടെ പോയിട്ടും ആർക്ക് തോന്നിയില്ല ഇത് എൻ്റെ തുണയാണെന്ന് തോന്നിയില്ല. അവിടെയാണ്
ദൈവഹൃദപ്രകാരമുള്ള കുടുംബം പണിയപ്പെടുന്നത് ഞാൻ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആകുന്നതല്ല. എനിക്കുള്ള തുണയെ ദൈവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ആസ് ദേ ആർ ഗ്രോയിങ് ഇൻ അവർ ഫാമിലി, ഇൻ അവർ ചർച്ച്, വി നീഡ് ടു ടീച്ച് ദം ദിസ് ഫാക്ട്. പഠിപ്പിക്കണം. ദ റൈറ്റ് ടൈം ഗോഡ് വിൽ ബ്രിങ് ദ റൈറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. അല്ലെങ്കിൽ യഥാർത്ഥ അല്ലെങ്കിൽ പങ്കാളിയെ, തുണയെ, തുണ എന്ന വാക്കാണ് ഹെൽപ്പർ എന്നുള്ള വാക്കാണ്. ഹി വിൽ ബി എ ഹെൽപ്പർ ഫോർ യു ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾക്കുള്ള തക്ക തുണയെ ദൈവം കൊണ്ടുവരുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. Church need to address these matters. Not only we are talking about speaking in tongues, not only we are teaching them how to jump and hop, we need to teach the generation all this practical Christianity. പ്രായോഗിക ക്രിസ്ത്യാനിത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് സംസാരിക്കണം. അപ്പം തക്ക തുണയെ കിട്ടിയില്ല. There God took the step. അവിടെ ദൈവം തന്റെ പ്രവൃത്തി തുടങ്ങി. ഇനി വായിച്ചോ. മനുഷ്യൻ ഒരു ഗാഢനിദ്ര വരുത്തി. അപ്പൊ രണ്ട് കാര്യം ഈ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ those who are already married, whether you are satisfied or content with your family life or dissatisfied, അല്ല, നീ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ പ്രിൻസിപ്പിളാണ് ഹൗ ക്യാൻ യു ഹാവ് എ സക്സസ്ഫുൾ മാരിയഡ് ലൈഫ്. എങ്ങനെ സന്തുഷ്ട കുടുംബജീവിതം ഉണ്ടാകാൻ പറ്റും. ഡു യു വാണ്ട് ടു നോ ദ സീക്രട്ട്? എത്ര പേർക്ക് അറിയണം? ലാസ്റ്റ് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. ഇനിയിപ്പം ഇതും കൊണ്ട് അങ്ങോട്ട് വീട്ടോട്ട് ചെന്നാൽ പുള്ളി സമ്മതിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ അതിനകത്ത് പ്രിൻസിപ്പിള്. നല്ല അവിടെ ദൈവം ആദമിന് എന്ത് കൊടുത്തു? ഒരു ഗാഢനിദ്ര വരുത്തി. നല്ലൊരു ഉറക്കം ഉറങ്ങിയാൽ തീരാനുള്ളത് പ്രശ്നമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ. അത് ഞാൻ പറയാൻ പോവുകയാണ് എങ്ങനെയാണ് എൻ്റെ അർത്ഥം എന്നുള്ളത്. ഇഫ് യു ക്യാൻ പുട്ട് സർട്ടൻ തിങ്സ് ഇൻ ടു ഡീപ് സ്ലീപ്പ്, യു ക്യാൻ ഹാവ് എ സക്സസ്ഫുൾ ലൈഫ്. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ ബിബ്ലിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ചില വിഷയത്തെ മരിപ്പിക്കുവാൻ, മരവിപ്പിക്കുവാൻ, അതിനെ ഉറക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാകും. സ്തോത്രം. ഹല്ലേലൂയ. ആദം പറഞ്ഞു ഐ എം ഹെൽപ്ലെസ്. ഇത്രയും അല്ലെങ്കിൽ മൃഗജാലങ്ങൾ എൻ്റെ മുന്നിൽ കൂടെ കടന്നുപോയി, ഇത്രയും പക്ഷികൾ ചിറകടിച്ച് എൻ്റെ മുന്നിൽ കടന്നുപോയി, ഇത്രയും മത്സ്യങ്ങൾ കടന്നുപോയി, സൗന്ദര്യമുള്ളതും സൗന്ദര്യമില്ലാത്തതും പോയി. എനിക്ക് പേര് വിളിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു, പക്ഷെ കൂടെ കൊണ്ട് നടക്കുവാനുള്ള കൃപ എനിക്കില്ല. ദൈവമേ അങ്ങ് വഴി തുറക്കണമേ എന്നുള്ള അകത്ത പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പറഞ്ഞു ഒന്നും ചെയ്യണ്ട, നീ ഒന്ന് നല്ലപോലെ ഉറങ്ങിയാൽ മതി. ഗോഡ് ഗീവ് ഹിം എ ഡീപ് സ്ലീപ്പ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൗൺസിലിംഗ് വേർഡ് he was ready to put into sleep certain things. ചിലതിനെ മരിപ്പിക്കുവാൻ, ചിലതിനെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ തയ്യാറായി. I am closing my eyes. I cannot do anything with my own intellectual ability or my brilliance എന്ന് പറഞ്ഞ് ആദം അങ്ങോട്ട് ഉറങ്ങുകയും കണ്ണ് തുറന്നപ്പോൾ അവൻ്റെ മുമ്പിൽ അവൻ്റെ തുണ വന്നു നിന്നു. ഹല്ലേലൂയ. ഇപ്പം നിങ്ങളുടെ ഈ 35 വർഷമായിട്ട് കല്യാണം കഴിച്ച് 40 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർ ഇത്രയും ഓർത്താൽ മതി. ചില വിഷയത്തിൽ ഞാൻ അങ്ങ് കണ്ണടയ്ക്കാൻ പോവുകയാണ്. അതാ ഉറങ്ങുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുതലുണ്ടേ. ഇനിയും ഹല്ലേലൂയ സൂസമ്മയെ നന്നാക്കാൻ പറ്റത്തില്ല. ഇനി ഇവളെ ഇന്ന് ശരിയാക്കിയിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പുള്ളിക്കാരി ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ ശരിയാക്കട്ടെ ഞാനും ഉള്ളെന്നും പറഞ്ഞു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കാൻ നടക്കുന്നതുകൊണ്ടാണ് ശരിയാകാത്തത്. ചിലയിടത്തൊക്കെ നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് വേണം. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. ആർ യു റെഡി ടു സ്ലീപ്പ് വിത്ത് സർട്ടൻ തിങ്? അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊരു പുട്ട് ഇൻ ടു സ്ലീപ്പ്, ചിലതിനെ ഒന്ന് മരിപ്പിക്കാൻ തയ്യാറാകണം. ദാറ്റ് മേ ബി യുവർ ബിറ്റർനെസ്, യുവർ നമ്മുടെ കോപമായിരിക്കാം, നമ്മുടെ ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ട്, ഫാമിലി ഇഷ്യൂസ് ഒക്കെ. ഈ ഹൃദയത്തിനകത്ത് എന്താ ഇരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ വഴക്കുണ്ടാകണം. അന്നേരം അറിയുന്നത് ഹൃദയത്തിനകത്ത് എന്തായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമി കിടന്ന് നടത്തിയത്. ഉമ്മാരുടെ ഹൃദയത്തിനകത്ത് എന്താണെന്ന് 40ാമത്തെ വർഷമായപ്പോഴും ഉമ്മാർ പറയുന്ന മത്തങ്ങ, ചിറ്റുള്ളി, വെള്ളുള്ളി, അല്ലെങ്കിൽ മിസ്രൈം, ഈജിപ്റ്റ്, ഇറച്ചിക്കലം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനാനില കൊണ്ടുപോകുന്നത്. അപ്പം ഈ കുടുംബജീവിതത്തിനകത്ത് ഇങ്ങനെ വഴക്കുണ്ടാകുമ്പോഴേ അറിയുന്നത്. അന്നേരം കല്യാണത്തിന് അന്ന് തരാത്ത 5000 രൂപയുടെ കണക്ക് വരെ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലേ. അല്ലെങ്കിൽ എവിടെല്ലാം ടൂർ പോകുന്നു, ഓസ്ട്രേലിയക്ക് പോകണോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണോ, വെക്കേഷനൊക്കെ കറക്റ്റ്. പക്ഷെ വഴക്കുണ്ടാകുമ്പം പണ്ടത്തെ 5000 രൂപയുടെ കണക്ക് പറയും. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതല്ലേ. അല്ലേ? അപ്പോൾ തന്നെ അന്ന് നിൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ആദ്യത്തെ ദിവസം വീട്ടിലോട്ട് കയറി വന്ന ഉടനെ അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട്. എവിടെ ഓർക്കാന്? അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത്. കാരണം ഇന്ന് വരെ ഒരു ഗാഢനിദ്ര ഈ വിഷയത്തിനകത്ത് വരുത്തിയിട്ടില്ല. ആർ യു വിത്ത് മീ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചില വിഷയത്തിനകത്ത് ചിലതിനൊരു ഗാഢനിദ്ര വരുത്തണം. അങ്ങനെ ഗാഢനിദ്ര വരുത്തിയാൽ അടുത്ത പദം പുറത്ത് വരുമ്പോൾ കണ്ണ് തുറന്നപ്പോൾ ദാ നിൽക്കുന്ന ഒരു പെങ്കൊച്ചു മുന്നിൽ. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? വായിച്ചു ബൈബിൾ വായിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. അതിന്റെ ഷോർട്ട് ഫോം ഞാൻ പറഞ്ഞുതരാം. മുന്നോട്ട് നോക്കിട്ട് പറഞ്ഞു ബോംബ് എന്നാ പറഞ്ഞത്. ബോൺ ഓഫ് മൈ ബോൺസ്. മനസ്സിലായോ? ഷോർട്ട് ഫോമാ. ഷീ ഈസ് മൈ ബോൺ ഓഫ് മൈ ബോൺസ്. എന്റെ അസ്ഥിയിൽ നിന്ന്
അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകുന്നു. അതുകൊണ്ട് ഇവൾക്ക് എന്താകും പേര്? എന്നെ നരൽ നിന്ന് എടുത്തത് കൊണ്ട് ഇവളെ നാരി എന്ന് പേർ വിളിക്കും. ഇങ്ങനെയാണ് കുടുംബം സ്ഥാപിക്കപ്പെട്ടത്. മനുഷ്യന്റെ ഇറ്റ് വാസ് നോട്ട് ദ പ്ലാൻ ഓഫ് മാൻ, ഹല്ലേലൂയ. ഇറ്റ് വാസ് നോട്ട് ദ ബ്രെയിൻ ഓഫ് മാൻ, ഇറ്റ് വാസ് നോട്ട് ദ ഇന്റലക്ച്വൽ എബിലിറ്റി ഓഫ് മാൻ, ഇറ്റ് വാസ് നോട്ട് ദ പർപ്പസ് ഓഫ് മാൻ. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു കുടുംബ ജീവിതം. സ്തോത്രം. നമുക്കൊരു കുടുംബം തന്നത് ദൈവമാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പനും അമ്മയും പറഞ്ഞത് കൊണ്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതല്ല. എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ വിശാലമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന: ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അപ്പം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും കാരണഭൂതൻ, പേര് വരുവാൻ കാരണമായവൻ ആരാണ്? പിതാവായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാട്ട് എൻ്റെ കുടുംബം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. യാക്കോബയിൽ വിവാഹം കഴിച്ച എത്ര പേരുണ്ട് ഇവിടെ? യാക്കോബ പള്ളിയിലായിരുന്ന ആരുമില്ല? അതും ഇല്ല ഇവിടെ. ഉണ്ട്, ഓർമ്മയുണ്ട്? നിങ്ങൾ പണ്ട് വാനിൽ നിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. അത് കഴിഞ്ഞിട്ട് ഒരു വാക്കുണ്ട്, അത് നിങ്ങൾ ഓർക്കുന്നില്ലായിരിക്കും അല്ലേ? മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. മണവാളന് കിട്ടിയ കിരീടം കുരിശാണെന്നാ പറഞ്ഞു വിട്ട്. നിങ്ങളത് അന്ന് കേട്ടില്ല, കാരണം എന്തോ തിരക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ അടുത്തല്ലേ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടി തൻ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. മണവാട്ടിക്ക് കിട്ടിയത് രാജാവിൻ്റെ കിരീടം. അതാണ് അച്ചായ തെറ്റിപ്പോയത് അല്ലല്ല. നമുക്ക് കിട്ടിയത് കുരിശ് തന്നെ. നിങ്ങൾക്ക് സഹോദരി, നിനക്ക് കിട്ടിയത് ഒരു രാജാവിൻ്റെ കിരീടമാണ്. ഈ കുരിശും കിരീടം കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് അവിടെ കൃപ വെളിപ്പെടുന്നത്. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആചാര്യന്മാർ അനുഗ്രഹിച്ചു തരുന്ന പഴയ ചൊല്ലുകളൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ചൊല്ലുകൾ നല്ലതാണ്. നമുക്കത് അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം ഇതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പഠിക്കാൻ നാം പഠിക്കണം. കുടുംബം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവം എനിക്ക് അനുവദിച്ചു തന്ന അനുഗ്രഹമാണ്. എൻ്റെ ഭർത്താവ് രാവിലെ എഴുന്നേറ്റിട്ട് 10 പ്രാവശ്യം ഷീ ഈസ് എ ബ്ലെസ്സിങ് ടു മൈ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനോഭാവം മാറും. ഹല്ലേലൂയ. ഭർത്താവിനെ നോക്കി പറയണം, ഇഫ് യു ട്രീറ്റ് യുവർ ഹസ്ബൻഡ് ആസ് എ സെർവൻറ്റ്, യു ആർ എ വൈഫ് ഓഫ് എ സെർവൻറ്റ്. നിങ്ങളുടെ ഭർത്താവിനെ ഒരു വേലക്കാരനെ പോലെ കാണുന്നെങ്കിൽ നിങ്ങൾ വെറും ഒരു വേലക്കാരൻ്റെ ഭാര്യയാണ്. ഇഫ് യു ട്രീറ്റ് യുവർ ഹസ്ബൻഡ് ആസ് എ കിങ്, യു ആർ എ ക്യൂൻ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഒരു രാജാവിനെ പോലാണ് കരുതുന്നതെങ്കിൽ രാജാവിൻ്റെ ഭാര്യയായ രാജ്ഞിയാണ് നിങ്ങൾ. ഹൗ വി ട്രീറ്റ് ദ പീപ്പിൾ, ദാറ്റ് റിഫ്ലക്ട്സ് ഇൻ അവർ ലൈഫ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ കാണുന്നോ അതുപോലെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് അടുത്തിരിക്കുന്ന രാജകുമാരി ഒന്ന് നോക്കിയാട്ടെ. സാറായും ഒക്കെ, അബ്രഹാമും സാറായും ഒക്കെ ലൈവ് ഉണ്ടോ മക്കളെ? ലൈവ് ഉണ്ടോ? എനിക്ക് തിരിച്ച് നാട്ടിൽ ചെല്ലേണ്ടതാ. തിങ്കളാഴ്ച വൈകിട്ട് ബാംഗ്ലൂരിൽ ഇറങ്ങേണ്ടതാ. പിന്നെ ഇന്ത്യയിൽ പോകണമെന്ന് തിരിച്ച് അമേരിക്ക ചെല്ലേണ്ടതാ. ഇനി കൈകാലമൊക്കെ കുറച്ചുകൂടെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നടക്കാനും പ്രസംഗിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം ഈ അബ്രഹാമിൻ്റെ വീട്ടിൽ സാറ അബ്രഹാമിനെ എങ്ങനെ വിളിച്ചോണ്ടിരുന്നത്? എന്താ വിളിച്ചോണ്ടിരുന്നത്? എബ്രായ ഭാഷയിൽ എങ്ങനെ വിളിച്ചേ? അഡോണായി. ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് തന്നെയാണല്ലോ ഇവളു എന്നെ വിളിക്കുന്നത്, പക്ഷെ എഡോന്നായി എന്നാണ്. അപ്പൊ ഈ അഡോണായി ഓക്കെ, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം കുടുംബജീവിതത്തിൽ. വി നീഡ് ടു റെസ്പെക്ട് ഈച്ച് അതർ. ഭർത്താവിനെ ഇപ്പം അച്ചായെന്നോ അല്ലല്ലോ ഈ ഹണിയെന്നോ മണിയെന്നോ തുണിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ വളരെ ബഹുമാനം കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബഹുമാനം കൊടുക്കണം, റെസ്പെക്റ്റ് കൊടുക്കണം. ഇപ്പം അച്ചായെന്നോ ചേട്ടാന്നോ നിങ്ങളുടെ ഭാഷയിലനുസരിച്ച് എന്ത് വേണമെങ്കിലും വിളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ യു ഹാവ് എ മ്യൂച്വൽ റെസ്പെക്റ്റ്. സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാമെന്നോ തലയിൽ കയറാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ അകത്ത് പാടില്ല. സ്ത്രീകളെ നമ്മുടെ തുല്യരായിട്ട് വാരിയിൽ നിന്നെടുത്ത് വിവാഹത്തിനൊക്കെ പറഞ്ഞ കണക്ക് നമ്മുടെ ഈക്വാലിറ്റി, ഗോഡ് ഈസ് ദ വൺ ഹു എസ്റ്റാബ്ലിഷ് ദ ഇക്വാലിറ്റി വിത്ത് ബോത്ത് ദ മെൻ ആൻഡ് വുമൺ. മനുഷ്യനും സ്ത്രീയും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സമതുല്യത ഉണ്ടാക്കിയത് ആദ്യത്തെ അല്ലെങ്കിൽ ചിന്ത തന്നെ അങ്ങനെയാണ്. ഇരുവരും ഒന്നാണ് എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് സ്തോത്രം. അപ്പോൾ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്. പുതിയ ഒരു ചിന്തയിലേക്ക് വരണം, റിന്യൂഡ് മൈൻഡ്. ഇപ്പം 50 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ നിങ്ങൾക്കാണെങ്കിലും ഇന്ന് രാവിലെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കണം.
നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമോ? നമ്മൾ ആൾക്കാർ ഈ ഭയങ്കര ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഈ വാട്ട് വി കോൾ ദ കളർ ഓഫ് ദ സ്കിൻ ഈസ് ജസ്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ്. ശരീരത്തിലുള്ള ഈ മോളിക്യൂളിൻ്റെയൊക്കെ അറേഞ്ച്മെന്റ് ഈ കളർ എന്നൊക്കെ പറയുന്നത് ഒരു അസുഖം വന്നാൽ മാറാനുള്ളതേ ഉള്ളൂ അല്ലേ? ഒരു എന്ത് പെട്ടെന്നല്ലേ, നല്ല മുടി ഉണ്ടായിരുന്നു പെട്ടെന്ന് മുടി അങ്ങ് പോകും, അതൊക്കെ ഇത് സംഭവിക്കാനുള്ളതാ എല്ലാം. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുവിൻ്റെ അലങ്കാര ഭാഷയോ സൗന്ദര്യ മത്സരത്തിൽ കിട്ടുന്ന സമ്മാനമൊന്നുമല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. അപ്പോൾ അത് പറയണം അല്ലേ? നമ്മുടെ ഭാഷ നാട്ടിലിങ്ങനെ ചൊല്ലുണ്ട്, കാക്കയ്ക്കും തൻകുഞ്ഞ് എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും ആ ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മളെല്ലാവരും സൗന്ദര്യമുള്ളവർ. ആരും ഒരു അപകർഷതാ ബോധം, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പാടേയില്ല. നിങ്ങളുടെ നീളം, നിങ്ങളുടെ വണ്ണം, നിങ്ങളുടെ നിറം ഇതെല്ലാം ദൈവം തീരുമാനിച്ചത്. ഇന്നല്ല, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്. അതിനൊരു സ്തോത്രം പറയാൻ പറ്റും. എത്രയോ കുഞ്ഞുങ്ങളോട് പ്രായമുള്ളവരൊക്കെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര നീളമില്ലായിപ്പോയി, എൻ്റെ മുടിക്ക് ഇങ്ങനെ നിറവായിപ്പോയി, എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ നിറം ഇങ്ങനെ. എത്രയോ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അല്ലെ 139 സങ്കീർത്തനത്തിലെ 13 വാക്യം, ഹൗ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി യു ആർ ക്രിയേറ്റഡ്. എത്ര ഭയങ്കരവും അതിശയകരമായ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണ് നിങ്ങളെ കണ്ടു. നിങ്ങൾ പിണ്ണാകാരമായിരുന്നപ്പോഴും നിങ്ങളുടെ അസ്ഥികൂടം എനിക്ക് മറവായിരുന്നില്ല. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷ ഐ നോ യുവർ ഫ്രെയിം എന്ന. അവൻ നിങ്ങളുടെ പ്രകൃതി അറിയുന്നു. നിങ്ങൾ എവിടെ ജനിക്കണം? ഞാൻ ജനിച്ചത് ചിറ്റാർ, മാനല്ലി, പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന ഒരു സ്ഥലത്ത് അസംബ്ലി സോഡിൻ്റെ പാസനേജ് ഇല്ലാത്ത പാസനേജിനകത്താണ് ഞാൻ ജനിച്ചത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു ബക്കിംഗ്ഹാം പാലസിൽ ജനിക്കാൻ വേണ്ടി, എനിക്കിഷ്ടമായിരുന്നു വൈറ്റ് ഹൗസിൽ ജനിക്കാൻ വേണ്ടി. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഇവിടെ ജനിച്ചാൽ മതി. ഫാസ്റ്റർ ടി സി തോമസ് എന്ന പാവപ്പെട്ട ഒരു ദൈവദാസൻ്റെയും അല്ലെ അന്നമ്മ തോമസ് എന്ന് പറഞ്ഞ ഒരു മാതാവിൻ്റെ മകനായിട്ട് ജനിച്ചാൽ മതിയെന്ന് ദൈവം തീരുമാനിച്ചതാ. നിങ്ങൾ എവിടെ പിറക്കണം, എവിടെയാ ജനിക്കണം, ആരായിരിക്കണം, നിങ്ങൾ ആരായിരിക്കും, ഇതെല്ലാം അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ നിങ്ങളുടെ പ്രകൃതി അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളത്, നിങ്ങൾ എവിടെ എത്തണമെന്നുള്ളത് 2025 ഈ സെപ്റ്റംബർ മാസം 27 നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് പോലും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. ദ സ്റ്റെപ്സ് ഓഫ് എ റൈച്ചസ് മാൻ ദേ ആർ ഓർഡേർഡ് ഓഫ് ഗോഡ്. നീതിമാന്റെ സകല വഴികളെയും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വന്നതും പോയതും നിന്നതും ഈ രാജ്യത്ത് വന്നതും നിങ്ങൾക്ക് കുടുംബം തന്നതും കുഞ്ഞുങ്ങളെ തന്നതും ഇന്നായിരിക്കുന്നതുമെല്ലാം തമ്പുരാന്റെ കയ്യൊപ്പുള്ളതാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. തലയിലെ മുടി പോലും ആരെണ്ണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ രാവിലെ മുടിയൊക്കെ അങ്ങ് പൊടിഞ്ഞല്ലോ, ഷാമ്പു ഒന്ന് മാറാറായി, എണ്ണയൊന്ന് മാറാറായി. പക്ഷെ നിങ്ങൾ ഈ വ്യാകുലപ്പെടുന്നതിനെക്കാട്ടി കൂടുതൽ എത്ര മുടി തറയെ വീണെന്നുള്ള കണക്ക് വരെ സ്വർഗത്തിലുണ്ടെന്ന്. The one who count the number of your hair is absolutely able to make you say hallelujah. Hallelujah. നിങ്ങളുടെ പ്രതിസന്ധികളെ ഓരോന്നും അറിയുന്ന ദൈവമാണ്. നമ്മളെ കുടുംബജീവിതത്തിന്റെ ഊഷ്മളതയിലേക്ക് വരികയാണ്. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ. കുടുംബം എന്ന പണി ദൈവമാണ് ആരംഭിച്ചത്. അതുകൊണ്ട് എൻ്റെ കുടുംബം, ഒന്നാമത്തെ ചിന്ത, കുടുംബം ദൈവം തന്നതാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് 127 സങ്കീർത്തനമൊക്കെ സത്യത്തിൽ അത് എഴുതിയ പുള്ളിയുടെ കാര്യം വലിയ കട്ടമായിപ്പോയി. 127 128 ആരെ എഴുതിയെന്നറിയാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഓർണത്തിനെ കൊണ്ട് നടക്കുന്ന പാട് നമുക്കറിയാം. 800 ഭാര്യമാരുണ്ടായിരുന്നു. ആ മനുഷ്യനെ എഴുതി വെച്ചിരിക്കുന്നത് എന്ത് ആകെ പ്രശ്നമായോ? പ്രൈസ് ദി ലോർഡ്. ഈ പുള്ളി ഇത് ഒരു പ്രാവശ്യം വായിച്ചാണെങ്കിൽ നന്നായി പോയനല്ലോ. ഈ സദൃശവാക്യത്തിലെ ഹല്ലേലൂയ 31 അധ്യായത്തിലെ 27 അധ്യായം ആരെഴുതിയതാ? 3005 സദൃശവാക്യം 1005 സിയോൻ ഗീതാവിൽ എഴുതിയ പാട്ട് എഴുതിയ സദൃശവാക്യം നല്ലപോലെ മനസ്സിരുത്തി വായിച്ചായിരുന്നെങ്കിൽ പുള്ളി എന്നേ രക്ഷപ്പെട്ടു പോയനെ. നമുക്ക് ഈ പ്രസംഗിക്കുന്നതിനെക്കാട്ടി വലിയ പാടാണ് ജീവിക്കാൻ വേണ്ടി. പണ്ട് 3 പിള്ളേർ തമ്മിൽ കണ്ടുമുട്ടി. 3 പിള്ളേർ, ഞങ്ങൾ പറഞ്ഞ കുഴപ്പമില്ലല്ലോ, വിരോധമൊന്നുമില്ല. 3 പിള്ളേരെ പറ്റും. ഒരാൾ പറഞ്ഞു മൈ ഡാഡി ഈസ് എ ഡോക്ടർ, ഈ പ്രാക്ടീസ് മെഡിസിൻ. എൻ്റെ ഡാഡി ഒരു ഡോക്ടറാണ്, ഇപ്പോഴും മെഡിസിൻ എന്ത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്ത മോൻ പറഞ്ഞു മൈ ഡാഡി ഈസ് എൻ അറ്റോർണി. ഇവിടെ അറ്റോർണി എന്നാണ് പറയുന്നത്, അഡ്വക്കേറ്റ് എന്നാണ്, എന്തെങ്കിലും അറ്റോർണിയാണ്. ഹി പ്രാക്ടീസ് ഇൻ ദ കോർട്ട്. അടുത്ത മോൻ പറഞ്ഞു മൈ ഡാഡി ഈസ് എ പാസ്റ്റർ, ഹി നെവർ പ്രാക്ടീസ് വാട്ട് ഹി പ്രീച്ച്. നമ്മളങ്ങനെയാണ്. നമ്മൾ ഈ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളീ പറയുന്നതല്ലാതെ നമ്മളൊന്നും എന്ത് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ പ്രസംഗിക്കാൻ മാത്രമുള്ള വരവേ ഉള്ളു. പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ മക്കളോട് എൻ്റെ സാക്ഷ്യം എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ 3 മക്കൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് നല്ല അറ്റസ്റ്റേഷൻ കിട്ടുന്നത്. ആസാമിൽ പോയി സാക്ഷിയാകുന്നതിനേക്കാൾ വീടിനകത്ത് യേശുവിൻ്റെ സാക്ഷിയാകണം. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത് മത്തായി 5:16 ഹല്ലേലൂയ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ വെളിച്ചമായി തീരട്ടെ. ഹല്ലേലൂയ. ലെറ്റ് യുവർ വൈഫ് സേ ദാറ്റ് നോ മൈ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ് ദൈവഭക്തനായിരുന്നുവെന്ന്
എൻ്റെ സഭയിലെ വിശ്വാസികളെക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യ സാക്ഷ്യം പറയണം. സ്തോത്രം. 2 രാജ 4:1 വാക്യത്തിൽ അങ്ങനെ കടം കയറി മുടിഞ്ഞ വീട്ടിൽ നിന്ന് വരുന്ന ഒരു സഹോദരി എന്നിട്ട് ഏലിശ പ്രവാചകന്റെ അടുക്കൽ പറയുന്നതാണ്, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ പറയണം എൻ്റെ അച്ചായൻ യഹോവ ഭക്തനാണെന്ന്, ഭർത്താവ് പറയണം എൻ്റെ ഭാര്യ യഹോവ ഭക്തയാണെന്ന്, മക്കൾ പറയണം ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ മാതാവ് യഹോവ ഭക്തനായിരുന്നുവെന്ന് പറയണം. സ്തോത്രം. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ മണി ദാറ്റ് യു അക്യുമുലേറ്റഡ്. നിങ്ങളുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയേണ്ടത്. മോവാബിന്റെ തീക്ഷ്ണമായ കഠിനമായ പ്രതിസന്ധിയിൽ നിന്ന് കടന്നു വരുന്ന ആ യൗവനക്കാരിയായ വൈദവ്യം കൊണ്ട് നടക്കുന്ന ഒരു യുവതി രൂത്ത്, കൂടെ വരുന്നത് തൻ്റെ അമ്മാവിയമ്മയായ നവോമി, 3 മരണം കണ്ടവളാണ്. കുടുംബത്തിൽ ഒരു സ്വത്ത് പോലുമില്ല. ക്ഷാമകാലത്ത് ഇറങ്ങിപ്പോയെങ്കിലും തിരിച്ചു വരുമ്പോൾ സ്വന്തമായി സ്ഥലമില്ല, കെട്ടിടമില്ല, വീടില്ല, വയലില്ല. കയറി വരുന്ന അന്നത്തെ ദിവസം കഞ്ഞി കുടിക്കണമെങ്കിൽ കൊണ്ടുവന്ന മരുമകള് ബെത്ലഹേമിലെ വയലിൽ കതിര് പറക്കാൻ പോകണം. അങ്ങനെയുള്ള കുടുംബത്തിലാണ്. പക്ഷേ ആ അമ്മച്ചിയുടെ മുഖത്ത് നിന്നുകൊണ്ട് ഇൻ ദ ഹൈവേ ഓഫ് മോവാബ് ടു ജെറുസലേം, യെരുശലേമിലേക്ക് പോകുന്ന ആ തെരുവീതിയിൽ നിന്നുകൊണ്ട് ആ മകൾ എന്താ പറഞ്ഞത്? നിന്റെ ദൈവം എൻ്റെ ദൈവം. അപ്പൊ അമ്മാവിയമ്മയുടെ ബാങ്ക് ബാലൻസ് കണ്ടിട്ടല്ലല്ലോ ആ മകൾ അങ്ങനെ പറഞ്ഞത് നിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന്. നിന്റെ ജനം എൻ്റെ ജനം പറയാൻ പറ്റത്തില്ല. കാരണം 10ാം തലമുറയ്ക്ക് പോലും ദൈവസ്ഥലിൽ വരുവാൻ യോഗ്യതയില്ല. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ഷി വാസ് റെഡി ടു ഐഡന്റിഫൈ വിത്ത് ഹിയർ മദർ. അവളുടെ അമ്മയോട്, അമ്മാവിയമ്മയോട് ചേർന്ന് നിന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ആരാധന സ്ഥലങ്ങൾ വിട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്ന് അവർക്ക് വെളിപ്പാട് കിട്ടണം. ആരാധന എവിടാണെന്ന് അവരറിയണം. സത്യാരാധന അവരറിയണം. ദേ ഷുഡ് നോട്ട് ബി ഹാങ്ങിങ് അറൗണ്ട് വിത്ത് തിങ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ പുറകെ പോകാൻ സമ്മതിക്കരുത്. അവരറിയണം നമ്മൾ സത്യദൈവത്തെ ആരാധിക്കുന്നത്. ഒരു മാസ്ക് ഇട്ടുള്ള ആത്മീയ ജീവിതം നമുക്ക് പാടില്ല. വാട്ട് വി ഷോ ഇൻ ദ ചർച്ച് വി നീഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഓർ എക്സിബിറ്റ് സെയിം ക്യാരക്ടർ ഇൻ ദ ഹൗസ് ഓൾസോ. ഈ ആലയത്തിനകത്ത് നാം പ്രദർശിപ്പിക്കുന്ന അതേ ആത്മീയത ഭവനത്തിനകത്തും പ്രവേശിപ്പിക്കണം. സ്തോത്രം. അങ്ങനെ നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും എന്ന് പറയണമെങ്കിൽ അവൾ കണ്ടത് അമ്മാവിയമ്മയുടെ സ്വത്തല്ല, അമ്മാവിയമ്മ സേവിക്കുന്ന ദൈവത്തെയാണ് കണ്ടത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ രണ്ടുകൂടെ ചേർത്താ പറയുന്നത്, കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ നാം സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രദർശിപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ. ദൈവം കുടുംബം പണിയണം. ദൈവത്തെ അനുവദിക്കണം കുടുംബം പണിയാൻ വേണ്ടി. ദൈവത്താൽ പണിയപ്പെടുന്ന കുടുംബം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതാണ് കുടുംബ ബന്ധത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. ലെറ്റ് ഗോഡ് ബിൽഡ് അവർ ഫാമിലി. ദൈവമാണ്. അല്ലെങ്കിൽ ബാങ്കിൽ ബാലൻസ് ഉള്ളത് കൊണ്ട് കുടുംബം ഭദ്രമാകണമെന്നില്ല. സ്തോത്രം. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്ക് പാരമ്പര്യം ഉള്ളതുകൊണ്ട് കുടുംബം ഭദ്രമാകത്തില്ല. ലെറ്റ് ഗോഡ് ബിൽഡ് അവർ ഫാമിലി. ദൈവം കുടുംബം പണിയണം. അങ്ങനെ കുടുംബത്തിനകത്ത് ദൈവം നമ്മുടെ കുടുംബം പണിയണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു ഫാമിലി പിക്ചർ. ഞാനിങ്ങനെ ദേവദാസനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഒരുമിച്ചിരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം തന്നെ അത് തന്നെയാണ്. ഒരു നല്ല ഫാമിലി പിക്ചർ പോലാണ് ഇത് കാണുന്നത്. സ്തോത്രം. 128-ാം സങ്കീർത്തനം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫാമിലി പിക്ചർ. നൗ ഇറ്റ്സ് എ സീസൺ ഓഫ് പിക്ചേഴ്സ്. എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വളരെ സന്തോഷമാണല്ലോ. ചിരിച്ചും കരഞ്ഞും ഒക്കെ ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. ഓക്കെ, സെൽഫിയുടെ കാലഘട്ടമാണ്. അപ്പം ഒരു നല്ലൊരു ഫാമിലി പിക്ചർ എന്ന് നിങ്ങൾക്ക് 128-ാം സങ്കീർത്തനത്തിൽ കാണാൻ പറ്റും. ഹൗ എ ഫാമിലി ലുക്സ് ലൈക്ക് എ ഗോഡ്ലി ഫാമിലി. എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണെങ്കിലും നമ്മളൊന്ന് വായിക്കാൻ പോകുകയാണ്. നിർത്തി വായിച്ചാൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട. സ്തോത്രം. പണ്ട് ഫോട്ടോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു ഫോട്ടോ എടുത്തത് മാവേലിക്കര തിലക് സ്റ്റുഡിയോയിലാണ്. മാവേലിക്കരയുള്ള തിലക് സ്റ്റുഡിയോയിലാണ്. അറിയാവുന്ന അറിയത്തില്ല നിങ്ങൾക്ക്? അറിയാമല്ലേ? അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് എല്ലാവർക്കും ഒറ്റ കളറാ ടൈക്ക്. കാരണമല്ലേ അവിടെ ഒരു ടൈ ഉള്ളായിരുന്നു. നിങ്ങൾ ആലോചിച്ച് പഴയ ഗൾഫിലൊക്കെ പോകുന്നവരുടെ എല്ലാം ടൈ കറുത്ത ടൈയാ. കാരണം അത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ ചോയ്സ് അല്ലേ ഏത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ അവിടെ ചെല്ലുമ്പോൾ അവൻ കെട്ടി തരും ഒരു ടൈ. അതാണെങ്കിൽ ഇവിടെ വരെ ഇറക്കമുണ്ട്, നീളമുണ്ട്, അങ്ങനെയുള്ള ടൈ കെട്ടിയാണ്. അപ്പം അങ്ങനെ പിന്നെ പഴയ കാലത്തൊരു ഫാമിലി പിക്ചറൊക്കെ പറഞ്ഞ വളരെ അനുഗ്രഹം അല്ലേ. 2 വർഷത്തിലോ 5 വർഷത്തിലോ ഒരിക്കലൊക്കെ സ്റ്റുഡിയോയിലൊക്കെ ഇപ്പോൾ എന്തോ എടുക്കുമായിരുന്നു, ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ വിശുദ്ധന്മാരായതുകൊണ്ട് കയ്യിൽ എന്തോ കാണും. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഇപ്പോഴോ 10 ഇഞ്ച് സ്ക്രീന്. മിക്കവാറും എല്ലാവരും കയ്യിൽ ബൈബിളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വീട്ടിലുണ്ടോ? ഇപ്പോഴും കാണും. ഈ അടുത്ത കാലത്തൊന്നും ഇല്ലല്ലോ. പണ്ട് അങ്ങനല്ല, എല്ലാവരും നെഞ്ചോട് ബൈബിൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ഫാമിലി പിക്ചറാ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. The husband need to fear the Lord and walk in the ways of the Lord. ദൈവത്തെ പ്രിയപ്പെടുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവ കൽപ്പനകളിൽ നടക്കുന്നവനുമായിരിക്കണം ഭർത്താവ്.
That means he is the priest of the house. എല്ലാ ഭർത്താക്കന്മാരും എല്ലാ ദൈവദാസന്മാരും കുടുംബത്തിൽ ഓർക്കണമല്ലോ, ഈ പുരുഷൻ സ്ത്രീയുടെ തലയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുടുംബത്തിലെ പുരോഹിതനാണ് ഭർത്താവ്. യു ഹാവ് എ മിനിസ്ട്രി ആസ് ദ പ്രീസ്റ്റ്. ദൈവത്തോട് കാര്യം പറയുന്ന, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന. പ്രാർത്ഥനയെല്ലാം അമ്മച്ചിമാരെ ഏൽപ്പിച്ചിരിക്കുക നമ്മൾ. പിള്ളിയ അവള് പ്രാർത്ഥിച്ചോളൂ. അല്ലല്ല, പ്രാർത്ഥനയും കുടുംബത്തിൻ്റെ നായകനും നടത്തിപ്പുകാരനും അല്ലടിയ ഭർത്താവായി മാറണം. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നോക്കണം, husband is the priest of the house. When I conduct the wedding, I pronounce this to every newly വിവാഹം കഴിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഗ്രൂമിനോട് പറയും, നീ നിന്റെ വീട്ടിലെ പുരോഹിതനായി മാറണം. സ്തോത്രം. യു നീഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഫോർ യുവർ ഫാമിലി. നിന്റെ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പുരുഷനായി മാറണം. കാരണം അതുകൊണ്ടല്ലേ ദൈവം ചോദിച്ചു എസെക്കിയേൽ പ്രവാചനത്തിൽ, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കാണുന്നില്ല. യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരായിരിക്കണം. സഭകളിലെ സെക്യൂരിറ്റിയുടെ കാര്യം അതല്ല പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരായിരിക്കണം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആലയത്തിലെ വാതിൽ കാവൽക്കാരൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അശുദ്ധമായത് അകത്ത് കയറാതെ, വിശുദ്ധമായത് ചോർത്തിക്കളയാതെ വീടിൻ്റെ വാതിൽ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഓരോ ഭർത്താക്കന്മാർക്കും ഉണ്ട്. പ്രൈസ് ഗോഡ്. Husband need to take the initiative to make the family prayer happen. കുടുംബ പ്രാർത്ഥന നടക്കാൻ വേണ്ടി ഭർത്താവ് മുൻകൈ എടുക്കണം. സാധാരണ ജോലി 2 സമയത്താണെങ്കിൽ അതിന് നിങ്ങളൊരു സമയം കണ്ടുപിടിക്കണം. അതിനെക്കുറിച്ച് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കാം, കുടുംബ പ്രാർത്ഥനയുടെ സെറ്റപ്പ് എങ്ങനെ ആയിരിക്കാം പറ്റുമെന്നൊക്കെയുള്ളത്. പറഞ്ഞു വന്നത്, ഭർത്താവ് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്നവനായിരിക്കണം. 2 വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ she need to be a fruitful vine field. She need to be a fruitful vine within the household. വീടിനകത്ത് ഗുണം ഉണ്ടായിരിക്കണമെന്ന്. ഭർത്താവിന് നാരങ്ങ വെള്ളം കൊടുക്കാതെ നാട്ടുകാർക്ക് മൊത്തം അല്ലടിയ ചോറ് വെച്ച് കൊടുത്തിട്ട് എന്താ ഗുണം? എന്നോട് വിരോധം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് എനിക്കെന്താ? ഞാൻ പറയുന്നത് നമ്മുടെ മൊത്തത്തിലെ കാര്യം പറയുന്നത്, കുടുംബത്തിൽ ഭാര്യ ഒരു ഫലപ്രദമായ മുന്തിരിവള്ളി. മുന്തിരി എന്ന് പറഞ്ഞാൽ കൈയെത്താവുന്ന പറിക്കാം, മരത്തിൻ്റെ മണ്ടക്കല്ലല്ലോ മുന്തിരി. മുന്തിരി എന്ന് പറഞ്ഞാൽ വീടിനകത്ത്. സ്തോത്രം അല്ലിയ. അതുകൊണ്ട് ഇന്നോട്ട് കുക്കിംഗ് ക്ലാസ്സിന് പോയിട്ട് എല്ലാ ടേസ്റ്റും കൂടി മനുഷ്യനെ ഞാൻ അടിച്ചേൽപ്പിക്കും, അതല്ല പറഞ്ഞു വരുന്നത്. അല്ലയ്യ, നിങ്ങൾക്ക് അറിയാവുന്നതല്ല, അടുത്ത വീട്ടിലെ അല്ലയ്യ സാറാമ ഉണ്ടാക്കുന്ന പോലെ എൻ്റെ ഭാര്യ ഉണ്ടാക്കത്തില്ല മണ്ണൊന്നും വഴക്കൊന്നും ഉണ്ടാക്കരുത്. അല്ലല്ലേ, സന്തോഷത്തോടെ വചനം പറഞ്ഞല്ലയ്യ, സന്തോഷത്തോടെ ഒരു മുറി അപ്പമാണേലും സംതൃപ്തിയല്ലേ. സ്തോത്രം. വീടിനകമെന്ന് പറയുന്നത് ഒരു സ്വർഗമാക്കി മാക്കണം. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാൻ ഇരിക്കുകയല്ലേ. അല്ലല്ലേ, ഉണ്ട് എനിക്കായി ഒരു മോക്ഷ വീട് ഇണ്ടൽ അകന്നു ഞാൻ വാഴുമങ്ങേ ദൈവമുണ്ടങ്ങ് പുത്രനുണ്ട്. ഈ പ്രത്യാശ ഗാനം പാടുന്നതിന് മുമ്പ്, ഉണ്ട് എനിക്കൊരു സ്വർഗം ഭൂമിയിൽ, എൻ്റെ ഭാര്യയും ഞങ്ങളും മക്കളും ഒരുമിച്ച് താമസിക്കുന്ന, യു ക്യാൻ മേക്ക് യുവർ ഹോം എ ഹെവൻ. നിങ്ങളുടെ വീട് നിങ്ങൾ സ്വർഗമാക്കി മാറ്റണം. യു നീഡ് ടു ഹാവ് ദ പ്രീ ടേസ്റ്റ് ഓഫ് ഹെവൻ ബിഫോർ യു എൻ്റർ ഇൻ ടു ദാറ്റ് ഹോം ലാൻഡ്. സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് സ്വർഗം എന്താണെന്ന് രുചിച്ചറിയാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം വീടാണ്. അല്ലേ? കാലേബും അല്ലെങ്കിൽ യോശുവയും ചേർന്ന 12 പേര് കനാൻ നാട് ഒട്ടി നോക്കാൻ പോയി. ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല കനാൻ നാട് എങ്ങനെയുള്ളതാണെന്ന്. അവർ പോയി മല കണ്ടു, കുഴി കണ്ടു, എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ തോളിൽ വെച്ച് എസ്കോൽ താഴ്വഴിയിൽ നിന്ന് ചുമന്നു കൊണ്ടുവരുന്ന മുന്തിരിപ്പഴങ്ങൾ എല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അവിടുത്തെ പ്രശ്നം, അവിടുത്തെ പിറുപിറുപ്പല്ല എൻ്റെ വിഷയം. ഇത് കാണുമ്പോൾ അവർക്കറിയാം, ദിസ് ഈസ് ദ പ്രീ ടേസ്റ്റ് ഓഫ് ദ കാനാൻ ദാറ്റ് വി ആർ ഗോയിങ് ടു എൻ്റർ ഇൻ. ഭക്ഷിക്കാൻ പോകുന്ന കനാൻ്റെ രുചി ഇതാണ് ഞങ്ങൾ ഭക്ഷിക്കാൻ പോകുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിൻ്റെ സ്വാദ് ആസ്വദിക്കുന്നത് കുടുംബത്തിലാണ്. Our relation with Christ we are enjoying. Our relation with our fellow brothers, these all we pre-taste while we are living in the world, in our family. കുടുംബത്തിനകത്ത് ഇരുന്നു കൊണ്ടാണ് നമ്മളിത് ആസ്വദിക്കേണ്ടത്. അതിൻ്റെ കുടുംബ ബന്ധത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം അത്രയല്ലേ, അൺബ്രേക്കബിൾ അൺകൺച്ചബിൾ സ്നേഹം കൊണ്ട് ഇത് അരക്കെട്ട് ഉറപ്പിക്കണം. ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. കുഞ്ഞുങ്ങള് വീടിന്റെ മേശയ്ക്ക് ചുറ്റും. അതിന്റെ അർത്ഥം എന്നും ഡൈനിങ് ടേബിളിൽ ചോറെടുത്ത് വെക്കുമ്പോൾ പിള്ളേർ കാണണമെന്നല്ല അർത്ഥം. Children, are you with me? Are you with me? Oh, and Pastor Angli is going to preach about that we should never leave the house. We should be hanging around with the parents. No, it doesn't mean that. You should be reachable to your parents. അപ്പനും അമ്മ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അപ്പനും അമ്മയ്ക്കും. ഈ നമ്മുടെ ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ആരുടെ ഹൃദയത്തിൽ ആഴത്തി പതിയരുത്. ഭാര്യയെ വേണേൽ മാറ്റിയെടുക്കാം. പതിഞ്ഞോ? അത് പതിയല്ലേ. ചുമ്മാ ജസ്റ്റ് ചെവി കൂടെ കെട്ടിയില്ല, 2 ചെവി ഇതിലെ കൂടെ കെട്ടില്ല വിട്ടോ. ഭർത്താവിനെ വേണേൽ എന്ത് ചെയ്യാം? പേടിയാ പറയാൻ, അച്ഛാ അടുത്തിരിക്കുന്നുണ്ടോ പറയാമെന്നറിയാം. ഭർത്താവിനെ വേണേൽ എന്തെടുക്കാം? മാറ്റിയെടുക്കാം. പക്ഷേ യു കനോട്ട് നെവർ ചേഞ്ച് യുവർ പേരൻസ്. അത് ഞാൻ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഐ ടോക്ക് അബൌട്ട് മോർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ട്
കുഞ്ഞുങ്ങൾ ഒരു റീച്ച്, ഒരു ഫെലോഷിപ്പ് ആ ഫാമിലിയുടെ. ഹസ്ബൻഡ് ഈസ് ദ മാസ്റ്റർ ഓഫ് ദ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഫലവത്തായ അതരം കൊണ്ട്, സ്നേഹം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് കുടുംബത്തിന് ശാന്തത വരുത്തുന്നവൾ, സ്വസ്ഥത കൊടുക്കുന്നവൾ. സദൃശവാക്യം ആവർത്തിച്ച് 17-ാം അധ്യായം 22-ാം അധ്യായം 27-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, കലഹക്കാരിയോടുകൂടെ വീട്ടിൽ പാർക്കുന്നതിനെക്കാട്ടി നല്ലത്. ആസക്കറിയാം അല്ലേ? കാരണം ബൈബിൾ കോളേജ് പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. സ്തോത്രം. CBCയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് അതറിയാം. അതിനെക്കാട്ടും നല്ലത് ഇതിൻ്റെ മണ്ട കയറി ഇരിക്കുന്നതാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ ഓൺ ദ ഹൗസ് ടോപ്പ്. അപ്പോൾ നോക്കണം, കലഹക്കാരിയ വീട്ടിൽ. പിന്നെ ഭാര്യയുടെ കലമ്പൽ എങ്ങനെയെന്നാണ് എഴുതിയിരിക്കുന്നത്? ഒഴിഞ്ഞു തീരാത്ത ചോർച്ചയുള്ള വീട് പോലാണ്. ചിലരങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമാധാനമില്ലെന്ന് തരത്തില്ല അല്ലേ? അപ്പോൾ ചില ഭർത്താക്കന്മാർ അത് കേൾക്കുമ്പോഴാണ് പറയുന്നത്, അല്ലല്ല ഇനി നീ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടെ പറയും. പിന്നെ ഇങ്ങനെ ഇത് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കും. അതിനേക്കാട്ട് നല്ല ചില സമയത്തൊക്കെ പൊട്ടനാട്ടങ്ങിയിരിക്കുന്നതാണ്. ഞാനിങ്ങ് ഈ നാട്ടുകാരനേ അല്ലല്ലോ, നീ എന്ത് വേണേലും പറഞ്ഞു. നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം ഇത്രയേ ഉള്ളൂ. കുടുംബം ഒരു സ്വർഗമാക്കാൻ വേണ്ടി ഒരു എഫർട്ട് എടുക്കണം. ഹസ്ബൻഡ് ഈസ് ദ പ്രീസ്റ്റ് ഓഫ് ദ ഹൗസ്, വൈഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ വൈൻ, ചിൽഡ്രൻ അല്ലെ ഓൾവേസ് എൻജോയ് ദ ഫെലോഷിപ്പ് വിത്ത് യുവർ പേരൻസ്. അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ളവരെ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഇനി നമ്മൾ കുടുംബ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഭദ്രതയിലേക്ക് ഒന്നിട്ട് വാക്യങ്ങൾ ഓർക്ക് സമയം പെട്ടെന്ന് പോകുന്നുണ്ടല്ലോ. സ്തോത്രം. കുടുംബം യഹോവ പണിയുന്നതാണെങ്കിൽ സ്തോത്രം, ഈ പരസ്പര സ്നേഹമാണ്, മ്യൂച്വൽ ലവ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സോ ഐ ഓൾവേസ് സ്പീക്ക് അബൌട്ട് എഗ്രിമെൻറ്റ് വിത്ത് ഡിസഗ്രിമെൻറ്റ്. അല്ലല്ലേ, അഭിപ്രായ വ്യത്യാസം കാണും അല്ലല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 22-21 വയസ്സ് വരെ വളർന്ന് കേരളോട് ബന്ധമുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂരിലായി, പിന്നെ അമേരിക്കയിലായി. ഓക്കെ, ഞാൻ പച്ച മലയാളമാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടം ആഹാരം KFC ആണ്, കപ്പയും ഫിഷ് കറിയും. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇഷ്ടമുള്ള. പണ്ടത്തെ കാലത്ത്, ഇപ്പോൾ അതൊക്കെ മാറി. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ കേരള ഫിഷ് കറി, നിങ്ങൾക്ക് KFC അങ്ങനെ വിളിക്കാം. ഓക്കെ, നമുക്കങ്ങനെ. എൻ്റെ വൈഫ് ഗ്രാൻഡ് പേരൻസിൻ്റെ കാലം തൊട്ട് കർണാടക ജനിച്ചു വളർന്നതാണ്. പിന്നെ ചപ്പ്, ചവറ്, പിന്നെ പുല്ല് ഒക്കെയുള്ള പയറുവർഗ്ഗങ്ങൾ, ശാഖപദാർത്ഥങ്ങളോടൊക്കെയാണ് താല്പര്യം. മംഗലാപുരംകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിള്ളേരെ കണ്ടായിരുന്നല്ലോ ഞാൻ കുറച്ച് പേരൊക്കെ. ഒക്കെ താല്പര്യങ്ങളൊക്കെയാണ്. പിള്ളേരാണെങ്കിൽ അവിടെയൊക്കെ ജനിച്ചു വളർന്നത്, അവർക്ക് അമേരിക്കൻ സ്റ്റൈൽ ഇഷ്ടം. ഇന്ന് വരെ 5 പേർക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം അടിച്ചു പിരിയേണ്ട കാലം എന്നേ കഴിഞ്ഞു. നമ്മളിങ്ങനെ പാലക്കാടൻ മട്ട, രസം, ചോറ്, കറി, മീൻ കറി എന്നൊക്കെ നിൽക്കുന്നു. അവിടെ ആണെങ്കിൽ ചപ്പാത്തി, ദാൽ എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നു. ഇപ്പുറത്ത് പിസ്സ എന്നും പറഞ്ഞ് നിൽക്കുന്നു. പിരിയാനാണെങ്കിൽ ഇത് മതി. പിന്നെ ഒരു തരത്തിൽ എന്ത് ചെയ്തു? ഇത്രയും വർഷമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അല്ലല്ലേ, എന്നാൽ കർത്താവിന് ഇത് തൃപ്തി വരുത്താൻ പറ്റും. അല്ലല്ലേ, ഞാൻ ഒരു ഫുഡിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 5 ടേസ്റ്റിനെ ഒറ്റ ടേസ്റ്റാക്കി മാറ്റാൻ ദൈവത്തിനെ കഴിയത്തും. അല്ലല്ല, യു ബോൺ ആൻഡ് റൈസ്ഡ് ഇൻ നോർത്ത് ഇന്ത്യ ഓർ കർണാടക ഓർ എനി അതർ സ്റ്റേറ്റ് ഓർ ഇവിടുത്തെ ജനിച്ചു വളർന്നതായിരിക്കാം, വേറൊരു വില്ലേജിൽ നിന്നായിരിക്കാം ഭാര്യ വന്നത്. ഇറ്റ്സ് വെരി ഹാർഡ് ടു കോപ്പ് അപ്പ് ഇൻ ആരംഭത്തിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെരി ഹാർഡ്. കാരണം നമ്മുടെ തിങ്കിങ് ഡിഫറെൻറ്റാണ്. നമ്മൾ പിള്ളേർക്ക് എന്തൊന്നും മനസ്സിലാകാത്ത, അവർ വളർന്നു വരുന്നതും അവരുടെ അവരുടെ കൂട്ടുകാരും അവരുടെ കൾച്ചറും സംസ്കാരവും എൻ്റർലി ഡിഫറെൻറ്റാണ്. പിന്നെ എങ്ങനെ ഇത് ഒരുമിച്ച് പോകുന്നത്? സ്തോത്രം ഹല്ലേലൂയ. എങ്ങനെ ഒരുമിച്ച് പോകുന്നത്? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവും. മാത്യു ചാപ്റ്റർ 14:20. എല്ലാവരും തിന്ന് തൃപ്തരായി. എല്ലാവരും തിന്ന് തൃപ്തരായി. എത്ര പേര് തിന്നായിരുന്നു? എല്ലാവരും. അത് എത്ര പേര്? കണക്ക് നിങ്ങൾ ഏകദേശം പറഞ്ഞാട്ടെ. 5000 ഫാമിലീസ് ആണ്. 5000 കുടുംബങ്ങളുണ്ടായിരുന്നു. അവിടെ സ്ത്രീകളും കുട്ടികളും കൂടാതെ 5000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ 5000 ഫാമിലിയാണ്. ഒരു നമ്മുടെ ഇന്നത്തെ പോലെ എണ്ണിച്ചുട്ട് അപ്പം പോലെ 2-3 പിള്ളേരല്ലല്ലോ, 10, 12, 15 ഒക്കെ കിട്ടും പോലെ ഉണ്ട്. എനിവേ, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി 10-25,000 ആൾക്കാർ അവിടെ ഉണ്ട്. എല്ലാവരും എങ്ങനെയായെന്നാ പറഞ്ഞേ? തൃപ്തരായി. ഞാനുള്ള കാര്യം തുറന്നു പറയും, ഇന്ന് വരെ ഞാൻ തൃപ്തിയോടെ ഒരു ആഹാരം എൻ്റെ വീട്ടിൽ കഴിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു ആഹാരം തൃപ്തിയോടെ എൻ്റെ വീട്ടിൽ കഴിച്ചിട്ടില്ല. പിന്നെ ആരെയും പിണക്കണ്ടെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രസം ഉണ്ടാക്കിയിട്ട് ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും. അല്ല, നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ചപ്പാത്തിയൊക്കെ പരത്തി അങ്ങോട്ട് ഇങ്ങനെ ഉണക്ക ചപ്പാത്തിയാണ് ഇന്ന് തിന്നണ്ട്. അത് മതി അന്നത്തെ കുടുംബജീവിതം. പറഞ്ഞ് ഈ ഉണക്കലാണേലും പറഞ്ഞാട്ട് കടിക്കുമ്പോൾ ഇച്ചിരി ആരോഗ്യം എടുത്ത് കടിച്ചാൽ പോരെ. അപ്പോൾ എന്തിനായി വഴക്കുണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതലും കുടിച്ചാൽ പോരെ, പ്രശ്നം തീരുമല്ലോ. ഒരു കുടുംബകലം ഒഴിവാക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം കൂടുതൽ കുടിക്കുന്നേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നേ. വഴക്കുണ്ടാക്കിയിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഇവിടെ അല്ലല്ല 5000 കുടുംബങ്ങൾ. പക്ഷേ അവരുടെ ആകെ റിസോഴ്സ് എന്ന് പറഞ്ഞ് ഒരമ്മച്ചി അവൻ്റെ ടേസ്റ്റിനുണ്ടാക്കിയ അപ്പം, യവത്തപ്പം, 5 യവത്തപ്പവും 2 ഫിഷ് ഫ്രൈയും. ആ മോൻ്റെ അവന് കൊളസ്ട്രോളും ഇല്ല, ഷുഗറും ഇല്ല, അവന് ഒരു അസുഖവും ഇല്ല. അവന് വേണ്ടി നല്ല എണ്ണയിൽ ഫ്രൈ ചെയ്ത 2 ഫിഷും വറുത്ത മീനും. പിന്നെ അവന് ഉണ്ടാക്കിയ എങ്ങനെ ബട്ടറിനകത്താണോ ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും 5 ഏവത്തപ്പമാണ്. ഇതിവിടെ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ പ്രസംഗം എങ്ങനെ നടന്നു? എത്ര നേരം ഉണ്ടായിരുന്നു പ്രസംഗം? പറഞ്ഞാട്ടെ. അത് നമ്മൾ ഈ പുൽപ്പറ്റിയിൽ നിന്ന് കേൾക്കുന്ന മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ഇനി വീട്ടിൽ ചെന്ന് വായിക്കണം.
4 സുവിശേഷത്തിലുമുണ്ട്. മത്തായി 14-ലുണ്ട്, ലൂക്കോസിലുണ്ട്, യോഹന്നാൻ 6-ലുണ്ട്. ഇത് ഒരു ദിവസത്തെ പരിപാടിയാണ്. ഈ 7 അപ്പവും കുറച്ച് മീനും കൊണ്ടുള്ളതാ 3 ദിവസത്തെ. 5 അപ്പവും 2 മീനും സന്ധ്യ വരെയുള്ള പരിപാടിയാണ്. നമ്മൾ ഈ പ്രസംഗീരം പണ്ടങ്ങ് പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ പുറകെ നടക്കുന്ന. സംശയം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് അതിനോട് പറഞ്ഞാൽ മതി, ഞാൻ തിരുത്താം. ഒറ്റ ദിവസത്തെ പരിപാടി. എനിക്ക് വൈകുന്നേരം വരെ ഇവർ ഇരുന്ന് ഈ പുരുഷാരമൊക്കെ ഇരിക്കുക, എല്ലാം വിശന്നിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് അന്തർവാസി പിള്ളേർ സൺഡേ സ്കൂൾ മിനിസ്ട്രി ആയതുകൊണ്ട് പുള്ളി പിള്ളേരെ ഇടയ്ക്ക് ഇരുത്താനൊക്കെ പോകും. അന്നേരമാണ് ഇവൻ പൊതി കഴിക്കും, അന്തർവാസിനെ കാണുമ്പോൾ പൊതി അടയ്ക്കും. അങ്ങനെ 5-6 പ്രാവശ്യം ആയപ്പോൾ അന്തർവാസിന് മനസ്സിലായി 5 അപ്പം കൊണ്ട് 2 മീനും ഉണ്ടെന്ന്. അല്ലെങ്കിൽ എങ്ങനെ ഒരു തന്നെ പൊതിക്കാതിരിക്കുന്നത്? അല്ലല്ലേ, അത്ര വിവേചനപരമൊന്നും അന്തർവാസിനില്ലല്ലേ. കാരണം തിന്നാൻ സമ്മതിക്കത്തില്ല അവൻ. അപ്പം 5 അപ്പം 2 മീനൊന്ന് മനസ്സിലായി. എനിവേ, ഇതായിരുന്നു റീസോഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചാക്കോച്ചാന് അല്ലല്ല മധുരം തൊടാൻ പറ്റത്തില്ല, ഇൻസുലിൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് അപ്പം കൊടുക്കണം അല്ലേ. അവറാച്ചന് എരിയില്ലാതെ ഒരു സാധനം ഇറങ്ങത്തുമില്ല, പുളി തൊടാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള 5000 ഫാമിലി വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ ടേസ്റ്റ് അല്ലേ, റൈറ്റ്? ഈച്ച് വൺ ഹാവ് എ ടേസ്റ്റ് ബട്ട് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരുടെയും വയറ് നിറഞ്ഞെന്നല്ല, തൃപ്തരായെന്നാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് മധുരം വേണ്ടാത്ത എൻ്റെ ആദരത്തിൽ വന്നപ്പോൾ ആ അപ്പത്തിന് മധുരം ഇല്ലായിരുന്നു. അല്ലല്ലേ, ഹി ബ്ലസ് ദ ബ്രെഡ്, ഹി ബ്രോക്ക് ദ ബ്രെഡ്. അവൻ തൊട്ടു, അവൻ അനുഗ്രഹിച്ചു, അവൻ നുറുക്കിയപ്പോൾ മധുരം വേണ്ടവർക്ക് മധുരം, എരി വേണ്ടവർക്ക് എരി, പുളി വേണ്ടവർക്ക് പുളി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമോ? ലെറ്റ് ഗോഡ് ടച്ച് ഇറ്റ്. ഹല്ലേലൂയ. കർത്താവേ, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി അപ്പോൺ മീ. നിന്റെ കരം എൻ്റെ മേൽ വെക്കണമേ, നിന്റെ കരം എൻ്റെ തോളിൽ വെക്കണമേ. എൻ്റെ ഭർത്താവിൻ്റെ ആദരത്തിൽ, എൻ്റെ ഭാര്യയുടെ ആദരത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആദരത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ലെറ്റ് ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ കൈ തുടർന്ന് പറയുമ്പോൾ എല്ലാവർക്കും തൃപ്തി വരും. സ്തോത്രം. നിങ്ങൾ പറയുന്ന വാക്കുകൾ, ഞാൻ പഠിച്ച മലയാളം അല്ലല്ല, റിച്ച് മലയാളമാണ് അല്ലല്ല, ഒത്തിരി കൊളോക്കിയൽ ലാംഗ്വേജിൽ അല്ല, ഒത്തിരി വായിക്കുമായിരുന്ന കാലഘട്ടം ആയതുകൊണ്ട് അങ്ങനെ ഒരു സംസ്കാരത്തില്ല. പക്ഷേ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വാക്കുകൾക്ക് കന്നഡ അറിയാവുന്നുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ അല്ലല്ല ഭാവി കർണാടക ചെല്ലുമ്പോൾ കുളവാണ്, റൈറ്റ്? ആ, കുളമല്ലേ. അപ്പം നമ്മുടെ ഭാവി കർണാടക ചെല്ലുമ്പോൾ എന്തായി മാറും? കുളമായി മാറും. ഭാവി എന്ന് പറഞ്ഞാൽ അവിടെ കുളമാണ്. അപ്പം നമ്മുടെ ഭാവി അല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ കുളമായി. ഇവിടെ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന കാച്ചിൽ തമിഴ്നാട്ടിൽ ചെന്നാൽ എന്തായി? ജ്വരം, പനിയായി മാറി. ഇപ്പം പ്രശ്നം ഉണ്ടായി, മനസ്സിലായല്ലോ. ഈ ബോർഡർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആംഗ്യ ഭാഷയെ പലയിടത്തും നമുക്ക് പറ്റത്തുള്ളൂ. ഈ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അമേരിക്കയിലെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലെ റെസ്പെക്റ്റ്ഫുൾ വേർഡെന്ന് അവർക്ക് അറിയത്തില്ല. ഇപ്പം മോനെ പാസ്റ്ററോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു, എടാ പാസ്റ്റർ ഇങ്ങോട്ട് കയറി വേണം. കാരണം ഇവനെ അപ്പൻ അങ്ങനെ വിളിക്കുന്നത്, എടാ ഇങ്ങോട്ട് കയറി വരാൻ. അവൻ പറഞ്ഞത് പാസ്റ്ററോട് പോയി പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അവനെ വിളിക്കുന്ന ഭാഷയെ പറഞ്ഞു, എടാ പാസ്റ്റർ ഇങ്ങോട്ട് കയറി വേണം. അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ഉടനെ ഇത് വലിയൊരു അന്തരമാണ്. ഇതിനെല്ലാം രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിനേ കഴിയത്തുള്ളൂ, അല്ലേ? ദൈവം നുറുക്കണം, കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണം. നിങ്ങളുടെ കൈ, നിങ്ങളുടെ ജീവിതമൊക്കെ ദൈവം തൊടാൻ സമ്മതിക്കണം. ചെങ്കടൽ എങ്ങനെ മുറിഞ്ഞ്? കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. Can you give me an example? How did God divide or split the Red Sea? എങ്ങനെയാ ദൈവം ചെങ്കടൽ മുറിച്ചത്? പറഞ്ഞാട്ട്. ഉറക്കെ പറഞ്ഞാട്ട്. എങ്ങനെയാ ദൈവം ചെങ്കടൽ മുറിച്ചത്? കാക്കയെ കൊണ്ട് കാറ്റടിപ്പിച്ചു. ഓക്കെ, പറഞ്ഞാട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 12-13. ഐശയ്യാ ചാപ്റ്റർ 63. എൻ്റെ പോർഷനെ അല്ല, ഓർമ്മ ഒന്നുകൂടെ പറഞ്ഞു. ഐശയ്യാ 63:12. തന്റെ മഹത്വമുള്ള ഭുജം ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്നത് ചെങ്കടലിന്റെ തീരത്ത് ആർത്തിരമ്പുന്ന തിരമാലകളായി ചെങ്കടൽ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. പുറത്ത് 600 ഇരുമ്പ് രഥങ്ങളുമായി ഫറവോനും സൈന്യങ്ങളും, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, എൻ്റെ ആശയം അവരാൽ പൂർത്തിയാകും, കൊള്ള പങ്കിടുമെന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ഫറവോനും കൂട്ടരും വരുന്നു. ഇരുവശത്തും ചെങ്കുത്തായ പർവ്വതങ്ങൾ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ മോശ തൻ്റെ കയറമുയർത്തി വഴിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ കാഴ്ച അല്ലേ? നീ ജനത്തോട് മുന്നോട്ട് പോകാൻ കൽപ്പിക്കുക, വടി നീട്ടുക എന്ന് പറഞ്ഞു. പക്ഷേ ആരും കാണാത്തൊരു കാഴ്ച യെശയ്യാ പ്രവാചകൻ 3000 വർഷങ്ങൾക്ക് ശേഷം യെശയ്യാവ് കാണുകയാണ്. ചെങ്കടലിന്റെ തീരത്ത് നടന്ന ഒരു അത്ഭുതകരമായ കാഴ്ച ജ്ഞാനദൃഷ്ടി കൊണ്ട് യെശയ്യാ പ്രവാചകൻ ആഫ്റ്റർ 3000 ഇയേഴ്സ് അതിൽ കാണുകയാണ്. എങ്ങനെയാണ്, ഹൗ ഡിഡ് ഗോഡ് സ്പ്ലിറ്റ് ദ റെഡ് സീ? എങ്ങനെ ദൈവം ചെങ്കടൽ മുറിച്ചത്? ഇനി വായിച്ചു. തന്റെ മഹത്വമുള്ള ഭുജം, ദൈവം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുവാൻ ഇടയാക്കി. He made his glorious right arm
to go into the hand of Moses. നോക്കുക, ദൈവം തൻ്റെ ശക്തിയുള്ള മഹത്വമുള്ള കരം മോശയുടെ കൈയുടെ മേൽ ചെല്ലുമാറാക്കി. തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവരുടെ മുതിരിയെ പോലെ ആഴങ്ങൾ കൂടെ നടത്തി. ഇപ്പൊ നോക്കൂ എങ്ങനെ ചെങ്കടൽ മുറഞ്ഞത്. 6 ലക്ഷം കുടുംബങ്ങൾ കണ്ടത് കരം ഉയർത്തി നിൽക്കുന്ന മോശയെ. ആരും കാണാതെ ദൈവത്തിന്റെ കരം. മോശയ്ക്ക് കഴിവില്ല. ലെറ്റ് യുവർ ഹാൻഡ്സ് കം അപ്പോൺ മൈ ഹാൻഡ്. കർത്താവേ, നിന്റെ കരം എൻ്റെ നാവിന്മേൽ തൊടണമേ, നിന്റെ കൈ എൻ്റെ വാക്കുകളെ തൊടണമേ, നിന്റെ കാലിലെ ശക്തി എൻ്റെ മേൽ കടന്നു വരട്ടെ. മുറിയാത്ത അവിടെ അത്ഭുത മഹത്വമുള്ള കരം മോശയുടെ കൈയുടെ മേൽ ചെല്ലുമാറാക്കി. തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവരുടെ മുതിരിയെ പോലെ ആഴങ്ങൾ കൂടെ നടത്തി. ഇപ്പൊ നോക്കൂ എങ്ങനെ ചെങ്കടൽ മുറഞ്ഞത്. 6 ലക്ഷം കുടുംബങ്ങൾ കണ്ടത് കരം ഉയർത്തി നിൽക്കുന്ന മോശയെ. ആരും കാണാതെ ദൈവത്തിന്റെ കരം. മോശയ്ക്ക് കഴിവില്ല. ലെറ്റ് യുവർ ഹാൻഡ്സ് കം അപ്പോൺ മൈ ഹാൻഡ്. കർത്താവേ, നിന്റെ കരം എൻ്റെ നാവിന്മേൽ തൊടണമേ, നിന്റെ കൈ എൻ്റെ വാക്കുകളെ തൊടണമേ, നിന്റെ കാലിലെ ശക്തി എൻ്റെ മേൽ കടന്നു വരട്ടെ. മുറിയാത്ത അവിടെ അത്ഭുതം നടക്കുന്നതെന്ന്. ദൈവത്തിന്റെ കരം തൊടാത്തതൊന്നും അനുഗ്രഹിക്കപ്പെടത്തില്ല. വി ഷുഡ് സീ ദ ഫിംഗർ ടച്ച് ഓഫ് ഗോഡ് ഇൻ എവറിത്തിങ്. എല്ലാറ്റിലും ദൈവത്തിന്റെ കണ്ണിതിനെ പ്രാർത്ഥിക്കുന്നത്. ഈ ആഹാരത്തിന്മേലുള്ള ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ കരുതലിനെ ഓർത്ത് നന്ദി പറയുകയാണ്. സ്തോത്രം. മനുഷ്യർ മാത്രമേ നന്ദി കെട്ട ആൾക്കാർ. പാട്ട് പാടുമ്പോഴേ ഉള്ളൂ നന്ദി യേശുവേ നന്ദി യേശു എന്നൊക്കെ നമ്മൾ പാടിക്കഴിഞ്ഞു. പക്ഷേ ഇത് കഴിയുമ്പോൾ നമുക്കൊരു നന്ദി. ആരോടാണ് നമുക്ക് നന്ദി ഉള്ളത്? പറഞ്ഞാട്ട് ഭാര്യയോട് എത്ര പ്രാവശ്യമായിട്ട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് എത്ര നാളായി? ഒരു താങ്ക് യു പറഞ്ഞിട്ട് ഒരു കട്ടൻ കാപ്പി കൊണ്ട് തരുമ്പോൾ പോലും ഒരു താങ്ക് യു നമ്മൾ നന്ദി പറയണം. താങ്ക് യു അല്ലെങ്കിൽ നന്ദിയുള്ള ഹൃദയമെങ്കിലും വേണം. നന്ദിയുള്ളവരായി ജീവിക്കുവാൻ പഠിക്കണം. അപ്പം ഇവിടെ നാം ഓർത്ത് വരുന്നത് സ്തോത്രം ലിയ, ദൈവം നുറുക്കിയെങ്കിൽ മാത്രമേ ലിയ ഒരുമിച്ചാക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ കുടുംബത്തിനകത്തൊരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം. സം നീഡ് ടു റൈസ് യുവർ ബാർ. നമ്മുടെ ചിന്താഗതികൾ ഞാൻ ഇങ്ങനെ അല്ലല്ല, നമ്മൾ കുറച്ച് താഴണം. നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകും. 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അന്ന് 4 ആൾ യേശു വീട്ടിൽ കഫർന്നഹൂമിൽ വീട്ടിലുണ്ടെന്ന് അറിവായി. അന്ന് 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് അവിടേക്ക് വന്നു. അവിടെ വീടിനകത്ത് വാതുക്കൾ പോലും നിൽക്കുവാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവർ മേൽപ്പൂര പൊളിച്ച് അവനെ കിടക്കയോടുകൂടെ താഴേക്ക് ഇറക്കി. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് നിന്റെ പാപങ്ങൾ 4 പേർക്കും ഒരേ നീളമുള്ള 4 പേരും കൊണ്ട് വന്നേന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. പക്ഷേ 4 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ 4 പേർക്ക് എന്തല്ല, ഒരേ നീളമല്ല. 4 പേരാണ് ആരെ കൊണ്ടുപോകുന്നത്? പക്ഷപാത. അല്പം കൂടെ കാലുയർത്താൻ തയ്യാറാകണം. വേഗത്തിൽ പോകുന്നവൻ മറ്റവന്റെ വേഗതയ്ക്കൊപ്പവണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ പതുക്കെ പോകുന്നവൻ അല്പം കൂടെ ചൂട് വെക്കാൻ പഠിക്കണം. എങ്കിലേ തലക്കനമുള്ളിടത്ത് തല കുനിക്കാൻ തയ്യാറാകണം. ഓടിപ്പോകുന്നവർ നിന്നു കൊടുക്കാൻ തയ്യാറാകണം. ഇഴഞ്ഞു വരുന്നവർ ചുറുചുറുക്കോടെ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. എങ്കിൽ മാത്രമേ നടക്കത്തില്ലെന്ന് പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റ്. ചില ഭാഗങ്ങളിൽ ക്രമീകരണത്തിന് ഞാൻ തയ്യാറാണ്. സ്തോത്രമല്ലിയ. നമ്മുടെ ഭാര്യയോടും ഭർത്താവിനോടുള്ള മനോഭാവം ഒരിക്കലും മാറരുത്. നെവർ എവർ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് ഈവൻ ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത് ഓഫ് യുവർ ലൈഫ്. അവസാന ശ്വാസം വരെ ഒരേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. പ്രായമാകുമ്പോൾ മോഹമൊക്കെ ചുക്കിച്ചുളങ്ങും അല്ലേ? പിന്നിക്കെട്ടിടുന്ന ഓമന മുടികൾ വെള്ളയുടെ മുഖം കുഴി അഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. അറിയാലോ പഴയ പാട്ട്. യൗവനക്കാര നിന്നുടെ യൗവനം നാശത്തിലാക്കിയിടല്ലേ, നിന്നുടെ യൗവനം നാശത്തിലാക്കാതെ രക്ഷകനെ ഏൽപ്പിക്ക. ഇന്ന് നല്ല ഒരുക്കിയൊക്കെ പിന്നിക്കെട്ടുന്ന മുടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തായി തീരും? വെള്ളയായി തീരും അല്ലേ? മുഖമൊക്കെ കുഴി വന്ന് കണ്ണിൻ്റെ കാഴ്ച കുറയും, വടിയൊക്കെ പിന്നെ പിടിച്ച് നടക്കേണ്ടിയൊക്കെ വരും. പക്ഷേ ഭർത്താവിൻ്റെ നോട്ടത്തിൽ ഭാര്യ എങ്ങനെ ആയിരിക്കണം? ബൈബിളിലെ വാക്യം അനുസരിച്ച് മലാക്കി 2:14. മലാക്കി ചാപ്റ്റർ 2:14. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും ഉപയോഗിച്ചിരിക്കുന്ന പദം അല്ലലിയ വൈഫ് ഓഫ് യുവർ യൂത്ത് എന്നാണ്. അല്ലലിയ നിന്റെ യൗവനത്തിലെ ഭാര്യ. വിവാഹ നാളിൽ ദ വേ യു ഹാവ് അല്ലലി ഇംപ്രസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് യുവർ വൈഫ്. കല്യാണ ദിവസം ഒരുങ്ങി വന്ന ഭാര്യയുടെ ചിത്രമായിരിക്കണം ഭർത്താവിന്റെ മനസ്സിൽ. എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നല്ലേ? ഞാൻ പറയാൻ മനസ്സിലായി? ആർ വിത്ത് മീ? നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ച. അതുകൊണ്ടാണ് നിന്റെ കണ്ണിന് ഇമ്പമായവളെ എന്ന പദം അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഷുഡ് ബിക്കം ദ ഡിലൈറ്റ് ഓഫ് യുവർ ഐസ്. ഹീ ഷുഡ് ബിക്കം ദ ഡിലൈറ്റ് ഓഫ് യുവർ ഐസ്. ആയല്ലോ, തലയൊക്കെ നിറച്ചല്ലോ, ഇങ്ങനൊന്നും അല്ലാതെ അല്ല.
അന്ന് കല്യാണത്തിനന്ന് കൈ പിടിച്ച ഓർമ്മയുണ്ടല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ, പിടിച്ചല്ലോ, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളും നിന്നെ മാത്രം ത്തിൽ ദൈവത്തെയും ദൈവദൂതന്മാരെയും സാക്ഷി നിർത്തി ഉറപ്പായി വാഗ്ദത്തം ചെയ്യുന്ന സ്വർപ്പുരം ഈ കരാറിനെ പാഹമികൾക്കു അനുഗ്രഹം കഴിഞ്ഞു വീട്ടിൽ പോയി ആഹാരം കഴിച്ചു. അന്നത്തെ അതേ ആറ്റിറ്റ്യൂഡ്, സെയിം ആറ്റിറ്റ്യൂഡ് യൗവനത്തിലെ ഭാര്യ. ആ ഒരു പദം വളരെ ഇംഗ്ലീഷിൽ ഏറ്റവും സ്ട്രെസ് ചെയ്യാൻ പറഞ്ഞത് യൂത്ത് ഓഫ് യുവർ ഹല്ലേലൂയ, വൈഫ് ഓഫ് യുവർ യൂത്ത് എന്നാണ്. നിന്റെ സമയത്തിന് മുന്നോട്ട് പോയി. സ്തോത്രം. ഹല്ലേലൂയ. പരസ്പര സ്നേഹം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോലെ തന്നെയാണ് മ്യൂച്വൽ ലവ്. സ്നേഹമാണ് സകല പാപങ്ങളുടെയും ബഹുത്വത്തെ ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഉണ്ട്. 1 യോഹന്നാൻ 4:18 ഉണ്ട്. വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ട് വായിക്കും നോക്കരുത്. അവിടെ 1 യോഹന്നാനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പം ആശംസക്കാരെ ചോദിച്ചു, ഈ പണ്ട് കാലത്ത് ഈ മോഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു ഉണ്ടാകുന്നില്ല, ടെലിഗ്രാം ഓർമ്മയുണ്ടോ? കമ്പിയില്ല കമ്പി ഇമ്മീഡിയറ്റ്ലി, അത്രേ ഉള്ളു. എല്ലാവർക്കും ഇത് തന്നെയാണ്. പട്ടാളത്തിലുള്ളവർ അവധി എല്ലാത്തിനും ഫാദർ സീരിയസ് കം ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു. പിന്നെ ആ നാട് മൊത്തം വളർച്ചയും ബഹളമാണ് അങ്ങനെയൊക്കെ വരുന്നുള്ളതൊക്കെ. ഓക്കെ, അങ്ങനെ അടിച്ചവനാണെങ്കിൽ 1 യോഹന്നാന് പകരം യോഹന്നാൻ 4:18 അടിച്ചു വിട്ടെ. ഇപ്പൊ തുറന്നു നോക്കണ്ടേ, ഞാൻ പറയാൻ പോവാ. കല്യാണം കഴിഞ്ഞ രാത്രിയിൽ ഭാര്യയും ഭർത്താവ് ഇരുന്ന് ആശംസാ സന്ദേശം വായിക്കുകയാണ്. പാവത്താൻ അയച്ചു കൊടുത്ത് 1 യോഹന്നാൻ 4:18. യോഹന്നാൻ 4:18. മുമ്പ് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഒരു അക്ഷരം മാറിപ്പോയതാ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ്, ഹല്ലേലൂയ, ഡ്രൈവ് ഔട്ട് ഓൾ ദ ഫിയർ എന്ന തികഞ്ഞ സ്നേഹം. ആ കറയില്ലാത്ത കളങ്കമില്ലാത്ത സ്നേഹം ആ കുടുംബജീവിതത്തിന് വേണ്ടത്. സ്തോത്രം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അതാണ് പറയേണ്ടത്. സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 വായിക്കുന്നത് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം. ആസ് ക്രൈസ്റ്റ് ലവ്ഡ് ദ ചർച്ച്. ക്രിസ്തു സഭയെ എങ്ങനെ സഭയെ സ്നേഹിച്ചത്? ജീവൻ കൊടുത്താണ്. അൺകണ്ടീഷണൽ ആയിരുന്നു. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ചു സ്നേഹിക്കാമെന്നല്ല. വെദർ യു ലവ് മീ ഓർ ലൈക്ക് മീ ഓർ നോട്ട്, ഐ വിൽ നെവർ ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൈ ലൈഫ്. എൻ്റെ സ്നേഹത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കത്തില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹം അങ്ങനെയാണ്, തികഞ്ഞ സ്നേഹമായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത്? നോക്കുക. ഹല്ലേലൂയ. തല ക്രിസ്തു. ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, ഏത് സ്ത്രീയുടെയും തല പുരുഷൻ. ഇവിടെ നിന്നുകൊണ്ടാണ് ക്രിസ്തു, ഹല്ലേലൂയ, ക്രൈസ്റ്റ്, ഹസ്ബൻഡ്, വൈഫ്. ഇങ്ങനെ വേണം സ്നേഹം പോകാൻ. അല്ല, യു എൻജോയ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ജസ്റ്റ് ഷെയർ ദാറ്റ് ലവ്. ഹല്ലേലൂയ. നെവർ മേക്ക് എനി ഡിമിനിഷിംഗ് ടു ദാറ്റ് ലവ് ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ജസ്റ്റ് ഷെയർ ആൻഡ് പോർ ഔട്ട് ദാറ്റ് ലവ് ടു യുവർ വൈഫ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അതേ സ്നേഹം ഭാര്യയ്ക്ക് പകർന്നു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പാപം മോചിക്കുവാൻ കർത്താവ് കാണിച്ച ക്രൂശിലെ സ്നേഹം, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്ന സ്നേഹം, അതല്ലേ ആ മനസ്സോടാ യേശു മരിക്കാൻ തയ്യാറായത്. ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സ്നേഹം ഭർത്താക്കന്മാർ പ്രദർശിപ്പിക്കണം. അതിനെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കണം നിർബന്ധമൊന്നുമില്ല. അടുത്ത ഭാര്യയുടെ കടമ ഞാൻ പറയാം. ഭർത്താവ് നെവർ എക്സ്പെക്ട്, ഹല്ലേലൂയ, എൻ്റെ ഭാര്യ ഇങ്ങനെ എന്നെ സ്നേഹിക്കണം കൊണ്ട് കണ്ടീഷനൊന്നും വെക്കാതെ അൺകണ്ടീഷണലായിട്ട് ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ സ്നേഹിക്കുകയും വേണം. എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റും വേണം. ഇവിടെയാണ് വഴക്കുണ്ടാകുമ്പോൾ വീട്ടിലെ കാര്യം പറയാത്തത്. അതുകൊണ്ട് എല്ലാവർക്കും മറവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. പണ്ട് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെയൊക്കെ വീട്ടിൽ ദയവ് ചെയ്ത് അളിയനെയും അമ്മാച്ചനെയും അമ്മായിപ്പനെയും ഒന്നും നിങ്ങളുടെ വീട്ടിലോട്ട് വലിച്ചിറക്കരുത്. നിങ്ങളൊരു സെപ്പറേറ്റ് ഫാമിലി എൻ്റെ കൂട്ടത്തിലുണ്ടേ. അതുപോലെ ഈ അപ്പനും അമ്മയുടെയും കാര്യം ഒരു ഓർത്തോണം. കല്യാണം കഴിച്ച പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടരുത്. ദയവ് ചെയ്ത് കല്യാണം കഴിച്ച പിള്ളേരുടെ കാര്യത്തിൽ നിങ്ങളിതിനെ പണങ്ങുന്നതിനോട് ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, ഞാനതല്ലേ. ഈ അവർ കല്യാണം അവരിങ്ങോട്ട് വന്ന് പറയുകയാണ്, മക്കളൊക്കെ പിന്നെ പെമ്മക്കളൊക്കെ അമ്മച്ചിമാരെ നോക്കുന്നുണ്ടല്ലേ. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. പല ഡിവോഴ്സിൻ്റെയും കാരണം പെന്തിക്കോസ്റ്റ് കോളത്തിൽ ഞാൻ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത 90% ഡിവോഴ്സും പേരൻസിൻ്റെ ഓവർ ഇൻഫ്ലുവൻസാണ്. ഞാൻ ഇവനെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, നീ വന്നതിന് ശേഷം ഇങ്ങനെ ആയത്. നിൻ്റെ അമ്മായും ഇത് തന്നെ പറഞ്ഞത്. നമ്മൾ ഈ പിള്ളേരോട് ഒരു വഴക്കുണ്ടാകും. ഞാൻ എപ്പോഴും പറഞ്ഞു, പിള്ളേരോട് വഴക്കുണ്ടാക്കി. ഈ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ടാണോ അറിയത്തില്ല, മാർക്സ് കാർഡ് ഓർ കാണത്ത് എന്തോ എന്നെ പറയുന്നത് അറിയത്തില്ല. എനിവേ ഞാൻ അത് നോക്കിയിട്ട് എന്തോ എല്ലാ പേരൻസ് എന്താ പറയുന്നത്, ഓ നിങ്ങൾ ഇതുപോലെ വിശുദ്ധന്മാർ ഇതുവരെ ഞാൻ ലോകത്ത് എനിക്ക് തോന്നുന്നു അറിയത്തില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ദ്വീപിലായതുകൊണ്ടായിരിക്കും. മറ്റു കാറ്റൊന്നും മറ്റൊരു
കരമാർഗം വേറൊന്നും ഇങ്ങോട്ട് വരാത്തോണ്ടായിരിക്കും ഇത്ര വിശുദ്ധന്മാർ. നിങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. പറന്നിങ്ങോട്ട് ഇറങ്ങുക, പറന്നിവിടുന്ന് പോവുക. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്ര ജെന്യുവിൻ പീപ്പിൾ. നമ്മൾ പിള്ളേരുടെ മാർക്ക് പറഞ്ഞാൽ എന്തോ പറയുന്നു എന്നെ ആരെങ്കിലും പറഞ്ഞാട്ടെ, എടാ 98 2 മാർക്ക് എവിടെ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സെർച്ചിങ്ങിലാണ്. 98 മാർക്ക് എന്തോ ഇതിൻ്റെ കണ്ടില്ല, ജോണിക്ക് 100 ഉണ്ടായിരുന്നു, അവനിതുണ്ടായിരുന്നു. ഇവരോടൊക്കെ എനിക്ക് പറയാൻ ഒറ്റ ഉപദേശമുള്ളൂ, വീട്ടിൽ ചെന്നിട്ട് ആ പഴയ SS ബുക്ക് എടുത്ത് നോക്ക്. അതോടെ നിങ്ങളുടെ പ്രശ്നം തീരുമെന്നേ. ആ പച്ച മാർക്ക്, ചുമന്ന വര, നീല വരയുള്ള അതും പിടിച്ചുകൊണ്ട് തമ്പുരാൻ ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ? The same God sustain you in your lifetime is absolutely able to sustain your generation in their lifetime. നിങ്ങളുടെ തലമുറയിൽ നിങ്ങളെ പരിപാലിച്ച അതേ ദൈവത്തിന് അവധിയെടുത്തിട്ടില്ല. നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ കാലത്തിൽ ദൈവം നടത്തിക്കൊള്ളും. വിശ്വസിക്കണമെന്ന്. തമ്പുരാൻ അവധിയെടുത്ത് വീട്ടിലൊന്നും ഇരിക്കുകയല്ല. നിങ്ങളെ പരിപാലിച്ച, ബുദ്ധിയില്ലാത്ത, കഴിവില്ലാത്ത, അറിവില്ലാത്ത, ഭാഷയില്ലാത്ത, ജ്ഞാനമില്ലാത്ത നമ്മെ വേറൊരു നാട്ടിൽ നീ നാട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഉറപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയായെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന ഭാഷയുള്ളവരെ ഇതിലും ശ്രേഷ്ഠമായി നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കണം. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്, പകൽ സന്തോഷമുണ്ട്? വന്ന വഴികളൊക്കെ ഒന്ന് ഓർത്തിട്ട് പാടിയല്ലോ. വന്ന വഴികളൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് നിറഞ്ഞ് പാടിപ്പോകും. സ്തോത്രം ഹല്ലേലൂയ. ആ അത്ഭുത സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കാതെ എങ്ങനെ പോകാൻ പറ്റുന്ന ദൈവമക്കളെ? കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി ആവലാതി ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. അവരെ നല്ല ഉപദേശം കൊടുക്കണം, നല്ല പക്വതയിൽ അവിടെ വളർത്തണം. പക്ഷെ അതിനപ്പുറത്ത് ദൈവകാര്യത്തിന് അവർക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. ഞാൻ എപ്പോഴും കരയാറുണ്ട് അല്ലല്ലിയ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പ്രസംഗിക്കുന്ന, എനിക്കൊരു നാണക്കേടുമില്ല പറയാനല്ലിയ. എൻ്റെ അപ്പൻ അല്ലല്ലിയ ഒരു സാധാരണ ഒരു സെൻട്രൽ പാസ്റ്റർ പോയിട്ട് ഒരു ലോക്കൽ സഭയിൽ അല്ല, ഒന്നും ആയിട്ടില്ല, ഒന്നും സമ്പാദിച്ചു, ഒരു സെൻറ്റ് സ്ഥലം പോലും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. സുവിശേഷ നിമിത്തം കേരളത്തിലും തമിഴ്നാട്ടിലും ആവോളം അധ്വാനിച്ചു. 3 മക്കളെയും കർത്താവിന് വേലയ്ക്ക് കൊടുക്കാൻ താല്പര്യമായിരുന്നു. അങ്ങനല്ലേ. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയുക, മക്കളെ നിങ്ങളെക്കുറിച്ചൊന്നും കാണാൻ എനിക്ക് സ്വപ്നമൊന്നും ഇല്ല, കാരണം ഞങ്ങൾക്ക് ഉള്ള പരിമിതി അതാ. ഞാനും ഓർത്ത് പാസ്റ്റർ TC തോമസിൻ്റെ മോൻ എന്തോ സ്വപ്നം കാണാനാ. പക്ഷേ അല്ലല്ലിയ, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഇല്ലെങ്കിൽ ഐ ഹാവ് എ ഡ്രീം ഫോർ യു. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കാൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും തമ്പുരാന് സ്വപ്നമുണ്ട്. നിങ്ങൾ ആരായിത്തീരണം, എവിടെ എത്തിച്ചേരണം എന്ന് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിശാച് വിചാരിച്ചാൽ ഇത് മായ്ക്കാൻ പറ്റത്തില്ല. റീബാല ഹതരാധകന. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. അന്ധകാരത്താ എല്ലാ കണ്ണും മങ്ങുമ്പോ, അന്ധകാരത്താ എല്ലാ കണ്ണും മങ്ങുമ്പോ, മങ്ങിടാത്ത കണ്ണെനിക്കും നുണ്ടു സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കും നുണ്ടു ത്തിൽ. എൻ മൊഴി കേൾപ്പാ ഭൂവിൽ കാതില്ലെങ്കിലോ, എൻ മൊഴി കേൾപ്പാ ഭൂവിൽ കാതില്ലെങ്കിലോ, ചെന്മയായി തുറന്ന കാതും നുണ്ടു സ്വർഗത്തിൽ, ചെന്മയായി തുറന്ന കാതും നുണ്ടു സ്വർഗത്തിൽ. മാനുഷികമാം കൈകൾ താണു പോകുമ്പോ, മാനുഷികമാം കൈകൾ താണു പോകുമ്പോ, ക്ഷീണിക്കാത്ത കയ്യെനിക്കും നുണ്ടു സ്വർഗത്തിൽ, ക്ഷീണിക്കാത്ത കയ്യെനിക്കും. ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരേ, ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരേ, വല്ലഭന്റെ കൺകളുണ്ട് കല്ലുപാതയിൽ, വല്ലഭന്റെ കൺകളുണ്ട് കല്ലുപാതയിൽ. അന്ധകാരത്ത എല്ലാ കണ്ണും, ഓ അന്ധകാരത്ത എല്ലാം, മങ്ങിടാത്ത കണ്ണെനിക്കും നുണ്ടു സ്വർഗത്തിൽ, മങ്ങിടാത്ത. ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്തെ ആകുല ചിന്തയോട് നാം വിട പറഞ്ഞിട്ട് പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, പരസ്പര അംഗീകാരം, ക്ഷമ അല്ലല്ലേ അത്യാവശ്യം കേട്ടോ. ഈ ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. ചിലർക്ക് പറയാനൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ കൊന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ആരെങ്കിലും തല്ലിക്കൊല്ലും ഉറപ്പാണ്. കൊന്നാലും മറക്കത്തെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് തല്ലിക്കൊല്ലും. അതുകൊണ്ട് ചത്താലും ഞാൻ മറക്കത്തില്ല. അങ്ങനെയൊന്നും അല്ല, ക്ഷമിക്കാൻ പഠിക്കണം. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചില്ലേ?
അനവധിപരമായ പാപങ്ങളൊക്കെ ക്ഷമിച്ചില്ലേ? സ്തോത്രം. ഈ നമ്മളെ ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടി കർത്താവിന് ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. സ്തോത്രം. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിൽ വിടാமல் മനസ്സിലാവില്ല. യോസഫിന് ജീവിതത്തിൽ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആരോടാ? നമ്മുടെ പഴയ ബൈബിളിലെ യോസഫിന് ആരോടാ? പാവങ്ങൾ. അമ്മമാർക്ക് പിന്നെ റൊട്ടി വാങ്ങാൻ വേണ്ടി $2 വിറ്റന്നേ ഉള്ളൂ. സഹോദരന്മാർ. പിന്നെ ആരോ അവിടെ ഒരു ചെറിയ ശബ്ദം ഇങ്ങനെ പുറത്ത് വന്നായിരുന്നു. പോത്തിഫറിന്റെ ഭാര്യയോട്. കാരണം നമുക്ക് ഈ സഹോദരന്മാരെ വിറ്റെന്നൊക്കെ പറഞ്ഞാലും അവർ ഈ സ്വപ്നത്തിന്റെ പേരിലൊക്കെ വിറ്റത്. അവർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 20 വെള്ളിക്കാശ് കിട്ടിയപ്പോൾ അമ്മയുടെ പ്രശ്നം തീർന്നു. വീതിച്ചെടുത്തപ്പോൾ 2 പേർക്കും $2 വെച്ച് കിട്ടി, ഓരോരുത്തർ കിട്ടിയെന്നുള്ളൂ. പക്ഷേ നമ്മളെക്കുറിച്ച് ഇല്ലാ വചനം പറയുമ്പോൾ അല്ലേ, ഉള്ളത് പറഞ്ഞാൽ നമ്മളൊക്കെ പിടിച്ചൊക്കെ നിൽക്കെങ്കിലും മനസ്സിൽ കാണാത്ത ചെയ്യാത്ത കാര്യം പറയുമ്പോഴല്ലേ നമുക്ക് വിഷമം കൂടുതൽ. അങ്ങനെ ഈ പുള്ളിക്കാരൻ ജയിലിലൊക്കെ പോകേണ്ടി വന്നത് അല്ലേ, ജയിലിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ ജയിലിലൊക്കെ പോയി പിന്നെ 2 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സ്വപ്നമൊക്കെ വ്യാഖ്യാനമൊക്കെ നടത്തി ഇപ്പം മന്ത്രിയായിട്ടിരിക്കുകയാണ്. അപ്പം ജോസഫിനൊരു ആഗ്രഹം കാണും മനസ്സിൽ കൂടെ. ഏലലിയ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഈ പോത്തിഫർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ എന്തോ വരും, നമുക്ക് ഇറിറ്റേഷൻ വരും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിലരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ എന്തോ ചെയ്യും? ശത്രുക്കൾ കാണുക വിരുന്നൊഴുക്കെന്നൊക്കെ പറയുമ്പോൾ 5 പേരുടെ പേരൊക്കെ ഓർമ്മ വരത്തില്ല. അപ്പം അതുപോലെ പോത്തിഫർ എന്ന് കേട്ട ഉടനെ എന്തോ വരും, നമുക്കൊരു ഉള്ളിക്കൂടെ ഒരു വല്ലാത്തൊരു തീയാണ്. ദൈവം തീരുമാനിച്ചു അന്ന് ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പുള്ളി തന്നെ ദൈവം കല്യാണം ആലോചിച്ചു. ഫറവോൻ ആലോചിച്ചപ്പം ആരുടെ മോളെ കിട്ടിയത്? ഏകദേശം വരെ പോത്തിഫറ എന്ന ഒരു ഓനിലെ പുരോഹിതന്റെ മകളായ ആസനത്തിനെ തനിക്ക് ഈ പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പോൾ മുഴുവൻ 6 കാര്യം ഓർമ്മ വരും. ആലോചിക്കും. മത്തായി എന്നൊരാളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അമ്മായിപ്പൻ്റെ പേര് മത്തായി എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെയാണ് ദൈവം നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നത്. സവായത്തിന് ഞാൻ ഏതായാലും ഇനി പാസ്റ്റേ ഇനി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സഹകരണമില്ല. അന്ന് സവായത്തിൻ്റെ എന്നെ വന്നപ്പം കസേര ഒന്നേ ഉള്ളു. പാസ്റ്റർ പറഞ്ഞു എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കുക, ഈ പുള്ളി വന്ന് നിങ്ങളുടെ അടുത്തിരുന്നു, നിങ്ങളുടെ ആരാധന മുടങ്ങിയില്ലേ? ഇങ്ങനെ കർത്താവ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നത്. എന്തിനാ ഹല്ലേലൂയ ഇങ്ങനൊരു ഭാര്യയെ അത് പറയാനാ വന്നത്? നിങ്ങൾ പറയത്തില്ലേ പാസ്റ്റർ ഇവളല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടത്, എങ്ങും എത്തത്തില്ല, നരകക്കുഴി കിടന്നൻ. ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങി തിരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എത്ര നല്ല ആലോചന, അതൊക്കെ നല്ലതായിരുന്നെങ്കിൽ കിട്ടിയാനല്ലോ. ഹല്ലേലൂയ. കിട്ടിയതിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ഭാര്യയാണെങ്കിൽ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം, നിന്നെ കെട്ടിയത് എൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കും പാസ്റ്റർക്ക് ഇവിടെ സ്വഭാവം അറിയത്തില്ല. എനിക്കറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. ഇവളല്ലായിരുന്നു നിന്റെ കൂട്ടത്തിലെങ്കിൽ നിന്നെ പിടികിട്ടത്തില്ലായിരുന്നു. ഇവളുള്ളതുകൊണ്ടാണ് നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത്. അപ്പോൾ പറയാ എൻ്റെ അച്ചായൻ്റെ സ്വഭാവം പാസ്റ്റർക്ക് അറിയത്തില്ല, ഈ മനുഷ്യൻ്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ നീ എങ്ങും എത്തത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്ത് തമ്മിൽ കൂട്ടിച്ചേർക്കണമെന്ന് തമ്പുരാൻ അറിയാം. പരസ്പരം ക്ഷമിക്കണം, പരസ്പരം വിശ്വസിക്കണം, ഹല്ലേലൂയ, ഹൃദയംഗമായി വിശ്വസിക്കണം, പരസ്പരം പൊറുക്കണം, സ്വന്തം ശരീരമായിട്ട് കരുതണം. ഭാര്യ നമ്മുടെ ശരീരമായിട്ട് കരുതണം. അത് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്നവൻ ഹല്ലേലൂയ ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണ്. ഭാര്യയെ അങ്ങനെ വേണം സ്നേഹിക്കാൻ വേണ്ടി, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. പരസ്പര വിശ്വാസം, കുറ്റം പഴിയും പറയരുത്. ഞാനൊരു കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി പോയെന്ന്. 2 പേർക്കും ഒരു $150,000 വെച്ച് ഒരു $300,000 അമേരിക്കൻ ഡോളർ സാലറി ഉള്ള ഒരു വീട്ടിലാണ്. വഴക്കെന്താണെന്ന് അറിയാമോ? 8 രൂപയുടെ പിസ്സ വാങ്ങിച്ചപ്പോൾ ഭാര്യയോട് ചോദിച്ചില്ല. 3 മാസമായിട്ട് ഒരുമിച്ചല്ല കിടക്കുന്നതെന്ന് വഴക്കാന്ന്. പാസ്റ്ററെ വിളിച്ചിരിക്കുക. 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച പ്രശ്നം തീർക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സമ്പത്ത് അതോടെ പോട്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തൊക്കെ വഴക്കുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. നിസ്സാര നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. മോസ്റ്റ് ഓഫ് ദ ഡിവോഴ്സ് ഹാപ്പൻ വിത്ത് സില്ലി തിങ്സ്. ഞാൻ കണ്ടിട്ടുള്ള സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് കൊച്ചു കാര്യങ്ങളുടെ പേരില്ല. അതുകൊണ്ട് പേരൻസ് നെവർ ഇൻവോൾവ് വിത്ത് ഹല്ലേലൂയ ഡെയിലി അഫയേഴ്സ് ഓഫ് യുവർ മാരീഡ് ചിൽഡ്രൻ. എന്തെങ്കിലും ആവശ്യം, ഡാഡി മമ്മി ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, പറയുന്നതിനൊരു കുഴപ്പമില്ല. മക്കളെ എന്തെങ്കിലും ചോദിക്കണമല്ല. ഓരോ സില്ലി കാര്യങ്ങൾക്കും മമ്മി എന്ന് പറയരുത്. ഇങ്ങനെയാണ് മോളെ, കറി ഇങ്ങനെ വെക്കണം. നിൻ്റെ മോള് അല്ലെങ്കിൽ നിങ്ങളുടെ മോള് അല്ലെങ്കിൽ നിങ്ങളുടെ മരുമോൾ ഉണ്ടാക്കുന്ന ഏത് കറിയും കഴിക്കാൻ നിങ്ങളുടെ മകൻ ബാധ്യസ്ഥനാണ്. കാരണം എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ആഹാരം എനിക്ക് കഴിക്കാമെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. ഹല്ലേലൂയ. തിങ്ക് അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് നിങ്ങളുടെ അപ്പനും അമ്മയും പ്രവേശിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്നോ? മേക്ക് ഇറ്റ് ആസ് എ പ്രാക്ടീസ്. അല്ലല്ലേ? കീപ് എ ഡിസ്റ്റൻസ് വിത്ത് തിങ്സ് ദാറ്റ് വി നീഡ് ടു ബി കീപ് ഇറ്റ് അവേ. ദൂരെ വെക്കേണ്ടതിന് എന്ത് ചെയ്യണം? ദൂരെ വെക്ക് തന്നെ. ഇടയ്ക്ക് ഞാൻ ഷാർപ്പായിട്ട് പറഞ്ഞതിൻ്റെ കാരണം നമ്മളൊരു കുടുംബ സമ്മേളനമായതുകൊണ്ടാണ്. സ്വതം പരസ്പര വിശ്വാസം, അല്ലെങ്കിൽ പരസ്പര ബേഹം. അല്ല, സ്ത്രീകൾ ബലഹീന പാത്രമാണ്, പക്ഷെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അല്പം കൂടെ ആരോഗ്യം സഹോദരന്മാർക്ക് ദൈവം. നിങ്ങൾ എത്ര ജിമ്മിൽ പോയാലും സഹോദരൻ മാത്രമേ ആരോഗ്യം വരത്തില്ല. ആ കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. കാരണം ഇച്ചിരൂടെയൊക്കെ ആരോഗ്യം ആർക്കാ ഉള്ളത്?
ദൈവം അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. തോളിന് ബലമൊക്കെ കൊടുത്തിട്ടുണ്ടല്ല കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നോക്കാൻ. സാലറിയുടെ കൂടുതലല്ല പറഞ്ഞു വരുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യമൊക്കെ ഭർത്താക്കന്മാർക്കാണ് കൂടുതൽ. അതുകൊണ്ട് സ്ത്രീകൾ ബലഹീന പാത്രം എന്ന് വിചാരിച്ച് അവർക്ക് ബഹുമാനം കൊടുക്കണം. അവർ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ഭാര്യയോട് കയ്പായിരിക്കരുത്, പ്രാർത്ഥന മുടങ്ങാതിരിക്കേണ്ടതിന്. സന്ധ്യാസമയത്ത് പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് വരുവാൻ അവസരമുണ്ടാകാതിരിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ബന്ധങ്ങളിൽ വിള്ളൽ വരാൻ സമ്മതിക്കരുത്. എവറിത്തിങ് ഷുഡ് ബി സെറ്റിൽ ഡൗൺ ബിഫോർ ദ സൺ ഗോസ് ഓവർ യു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പ്രതിസന്ധികൾ പറഞ്ഞു തീർത്തിരിക്കണം. ഒരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ, ഒരു 2 ദിവസം കഴിഞ്ഞാൽ അടുക്കാൻ പറ്റാത്ത അകലങ്ങൾ ഉണ്ടാകും. പ്രശ്നം എല്ലായിടത്തും ഉണ്ടാകും. കുടുംബ പ്രശ്നം ഉണ്ടാകാത്ത ഒരു സ്ഥലമല്ല, ലോകം മുഴുവൻ പ്രശ്നം ഉണ്ടാകും. സഹോദരൻ തമ്മിൽ പ്രശ്നം ഉണ്ടാകത്തില്ലേ? യേശു എന്നും പോകുന്നൊരു വീടായിരുന്നു ബെഥാനിയിലെ ലാസറിന്റെ വീട്. അവിടെ ചേട്ടത്തി അനിയത്തിയും കൂടെ ഭയങ്കര അടിയാണ്. ഒരാൾ ബൈബിൾ ക്ലാസ്സിന് പോകണം, വേറൊരാൾക്ക് ജ്യൂസ് ഉണ്ടാക്കണം. ഇത് അടി. ഇതേയുള്ള പ്രശ്നം, ഇത്രയുള്ള വഴക്കല്ല. അവിടെ വലിയ സീരിയസ് ഒന്നുമല്ല. ഒരാൾ പറയുന്നത് എനിക്ക് 24 മണിക്കൂർ എന്താ പഠിക്കണം? ബൈബിൾ പഠിക്കണം. വേറെ സഹോദരി പറയുന്നത് വീട്ടിൽ വരുന്നവർക്ക് മുഴുവൻ 7 കോഴ്സ് ഡിന്നർ കൊടുക്കണം. രണ്ടും നല്ല കാര്യമാണ്. അന്ന് മാർത്ത ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ യേശുവും പത്രോസും അല്ല യാക്കോബും ഒക്കെ പട്ടിണി ആവുകയും ചെയ്തേനെ. പക്ഷേ പ്രശ്നം വരുമ്പോൾ എന്തോ ചെയ്യണം? മാർത്ത ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. ലൂക്കോസ് 10:38 വായിച്ചാട്ടെ. ടേക്ക് ഇറ്റ് യുവർ പ്രോബ്ലം ടു ജീസസ്. നാട്ടുകാരുടെ പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരുടെ എല്ലാം കേൾക്കണം കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ യേശു വന്നിട്ടുണ്ട്, ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ എന്നെ അടുക്കള സഹായത്തെന്നാണ് പറഞ്ഞത്. ഭർത്താവ് സ്നേഹിച്ചില്ലേലും പരാതി പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും ഭാര്യ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്താലും പറയാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അത് യേശുവിനോടാണ്. അവിടെ യേശു എന്താ കൊടുത്തത്? ലെറ്റ് ഹിം റെബ്യൂക്ക് യു. അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രിൻസിപ്പിൾ. അവിടെ മറിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതല്ല, മാർത്തയെ യേശു ശാസിച്ചെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രശ്നം യേശുവിൻ്റെ അടുക്ക കൊണ്ടുവരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ചിലതിനകത്ത് നമ്മളാ തെറ്റുകാരെന്ന്. അമ്മയുടെ അടുത്ത് ഓടിച്ചെന്നിട്ട് എന്നോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നില്ല. അമ്മ പറയും മോളല്ലേ, മോളോട് നിന്ന് ഇവിടെ നിന്നോളം പറയും. നോ, ആദ്യമേ കർത്താവിനോട് പറയണം. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് നിങ്ങളെ നിർമ്മിച്ചവൻ അറിയാം. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ലെറ്റ് ഹിം റെബ്യൂക്ക് യു. യേശു മാർത്തയെ ശാസിച്ചു. നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയിരിക്കുക. ജ്യൂസ് ഉണ്ടാക്കുമ്പം ഇതിന് ഉപ്പ് കൂടിയോ, അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഇങ്ങനെ മനം കലങ്ങിയിരിക്കുക. അതുകൊണ്ട് നല്ല അംശം, ഈ തിരക്കുകളൊക്കെ ഇടയ്ക്ക് അല്പസമയം ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും നീ ഡിവോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ആകുല ചിന്ത മാറും. അവിടെയാണ് ഈ കുടുംബ പ്രാർത്ഥന എന്ന വിഷയത്തിലേക്ക് വരുന്നത്. ഫാമിലി ഹാസ് ടു സിറ്റ് ടുഗദർ ആൻഡ് പ്രേ. ഒരു ദിവസം ഒരു സമയത്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് പറയുന്ന ഉടനെ 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പ് ഒന്ന് നടത്തിക്കളയത് കുടുംബ പ്രാർത്ഥിക്കും. ചിലർക്ക് ഈ കുടുംബ പ്രാർത്ഥന ആസാം തുടങ്ങി കർത്താവെ ഞങ്ങൾ നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബർമ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ എന്തില്ലാത്ത സകലത്തിലെയും സുവിശേഷീകരണം, ലോകത്തിലുള്ള സകല കൺവെൻഷൻ പ്രാസിങ്ങളുടെ പേര്, അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് മുറി പോയി ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്നുകൊണ്ട് കുടുംബത്തിന് അനുഗ്രഹത്തിനായിട്ട് അവർക്കൊരു 10 മിനിറ്റ് 20 മിനിറ്റ് അറ്റൻഷൻ സ്പാൻ ഇല്ല. സഭയിലാണെങ്കിലും ദിക്ക് നോട്ട് സെൻഡ് ഫോക്കസ് ഓൺ ദാറ്റ്. അത് കഴിയുമ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യും. അങ്ങനെ സാധാരണ ചർച്ചുകളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് ചില വി വിൽ ഹാവ് എൻ ഇംഗ്ലീഷ് വർഷിപ്പ്, ദെൻ വി വിൽ ഹാവ് അനദർ മലയാളം സോങ്, ദെൻ വി വിൽ ഹാവ് എ മെസ്സേജ്, ദെൻ ഇങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് അവരുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളാണെങ്കിൽ 1.5 മണിക്കൂർ സാക്ഷ്യം പറയപ്പോൾ തന്നെ പിള്ളേർ എന്തോ കേട്ടോണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ടത് കുടുംബ പ്രാർത്ഥന ഒരു 10-15 മിനിറ്റിനപ്പുറത്ത് എന്ത് ചെയ്യരുത്. ഈ എന്തിനേറെ പറയുന്നു, ഈ പബ്ലിക് പ്രാർത്ഥന, ഈ പേഴ്സണൽ പ്രെയർ പോലല്ല പബ്ലിക് പ്രാർത്ഥന. ഇതിനോട് ബന്ധപ്പെട്ട കാര്യമല്ല. മൈക്കിൻ്റെ മുന്നിൽ വരുമ്പം 3 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിക്കരുത്. എല്ലാവരും സൈലൻ്റ് ആയല്ലോ. ആദ്യത്തെ 1 മിനിറ്റ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും. 2ാമത്തെ മിനിറ്റ് ഞങ്ങൾ കണ്ണു മിഴിച്ച് നോക്കും. 3ാമത്തെ മിനിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോഴാണ് ഇത് നിർത്തുന്നതെന്ന് ഓർത്തോണ്ട് അല്ലേ? അപ്പം നമ്മൾ ചിലവർക്കൊക്കെ സമയം പ്രാർത്ഥന അവസാനം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാസ്റ്റ് പ്രസംഗിച്ചതിൻ്റെ ബാക്കിയും കൂടി ഇട്ടൊരു പ്രസംഗമുണ്ട്. ഒറ്റ വാക്കിട്ടും പരസ്യം. എന്നാൽ മുറിക്കകത്ത് കയറിയിട്ട് മണിക്കൂറുകളോളം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിക്കകത്ത് കയറി കഥകടച്ച് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കൂ. പേഴ്സണൽ പ്രെയറും പബ്ലിക് പ്രെയറും രണ്ടാ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ എവിടെ പറഞ്ഞു കണക്ക് നമ്മൾ ഈ ഒരാൾ വെന്റിലേറ്ററിൽ കിടക്കുക, മോനെ എന്നെ മരിക്കാൻ കിടക്കുക. അന്നേരം ഒന്നും വലിയ കൃപയൊന്നും ജ്വലിപ്പിക്കല്ലേ. കർത്താവേ നിന്റെ ഗീതം വെളിപ്പെടുത്താൻ പോകുക, സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ, നിന്റെ ദാസിന് പ്രത്യാശ കൊടുക്കണേ. അകത്തൊരു സകലം ജീവനുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് പോകും. ബുദ്ധി കൊണ്ട്, അതാ പൗലോസ് പറഞ്ഞ, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും. കർത്താവെ അങ്ങ് കൊടുക്കാൻ പോകുന്ന സൗഖ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ തൻ്റെ ദാസനെ ഞങ്ങൾ ഏൽപ്പിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആമയും പറഞ്ഞിട്ട് പോന്നാൽ മതി. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ജീവിക്കട്ടെ. അത് ദൈവത്തിൻ്റെ കാര്യമല്ലേ? വിവേകത്തോടെ വേണം. അപ്പോൾ നമ്മുടെ സ്ത്രീകൾ വിവേകത്തോടെ പാർക്കണം. കുടുംബത്തിനകത്ത് വിവേകത്തോടെ ഇരിക്കണം. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് സഭാകാര്യങ്ങൾ സംസാരിക്കരുത്.
കുഞ്ഞുങ്ങൾ കേൾക്കെ സഭയിലെ ഒരു കാര്യവും ഫാമിലിക്കകത്ത് നെവർ എവർ ഡിസ്കസ് വിത്ത് യുവർ ഫാമിലി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചർച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അന്നത്തെ വചനത്തെക്കുറിച്ച് സംസാരിക്കണം. പാസ്റ്ററെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്, പാസ്റ്റർ ഫാമിലിയെ കുറിച്ചല്ല, ഇവിടുത്തെ പൊളിറ്റിക്സ് അല്ല സംസാരിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ കേൾക്കെ, ഹല്ലേലൂയ. കാരണം വീട്ടിലെ സംസാരം എന്തായിരിക്കുമെന്ന് 50 വർഷം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ദൈവത്തോട് പറയും, ദിസ് വാസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഹിയറിംഗ് ഇൻ അവർ ഫാമിലി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാട്ട്. ന്യായാധിപന്മാർ 6:13, അരമണിക്കൂറുണ്ട്, അതെവിടെ സഹിച്ചു നോക്കത്തുള്ളൂ. ന്യായാധിപന്മാർ 6:13. ഗിദെയോൻ യഹോവയുടെ ദൂതനോട്, ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞ അവിടെ വണ്ടർഫുൾ എന്ന പേര് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറങ്ങി വന്ന ദ പ്രീ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ, ഹല്ലേലൂയ, യേശുവിൻ്റെ പഴയ നിയമത്തിലെ വെളിപ്പാടുകളാണ് അവിടെ ഓർപ്പിക്കുന്നത്. എന്താ പറയുക ഗിദെയോൻ പറഞ്ഞത്? അയ്യോ യജമാനനെ, യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ആ ആ ആ ഗിദെയോൻ ചോദിക്കുക, ഞങ്ങളുടെ വീട്ടിൽ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞങ്ങളുടെ പിതാക്കന്മാർ സംസാരിച്ചത്. വേർ ആർ ദ മിറക്കിൾസ് ദാറ്റ് അവർ ഫോർഫാദേഴ്സ് ഷെയർഡ് വിത്ത് us? കുടുംബത്തിനകത്ത് ദൈവം നടത്തിയ വഴികളെ കുറിച്ച് സാക്ഷ്യം പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു, ഹല്ലേലൂയ, ഒരു ദിവസമെങ്കിലും ഞങ്ങൾ പറയാറുണ്ട്, ഹല്ലേലൂയ, ഈ രാജ്യത്ത് വന്ന കാര്യം, ദൈവം നടത്തിയ കാര്യം, ശുശ്രൂഷയിൽ വർദ്ധിപ്പിച്ച കാര്യം, യാത്ര ചെയ്ത കാര്യം, ഒന്നുമില്ലായ്മയിൽ നിന്ന് എംബസി പോയി നിന്ന കാര്യം ഒക്കെ പറയാറുണ്ട്. മാസത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങൾ അറിയണം. സമ്പൽ സമൃദ്ധിയുടെ നാട്ടിൽ അവർ ജീവിക്കുമ്പോൾ അവർ ചോദിക്കുന്നതെല്ലാം മാതാപിതാക്കൾ കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരറിയണം, ഇങ്ങനൊരു വഴി കൂടല്ല ഞങ്ങൾ വന്നത്. നിങ്ങൾ നടന്നു കയറിയ കനൽ വഴികളെക്കുറിച്ച് നിങ്ങൾ യു നീഡ് ടു ഷെയർ വിത്ത് യുവർ ചിൽഡ്രൻ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ആഹാരത്തിന് നിവൃത്തിയില്ലാതെ, പഠിക്കുവാൻ കൊടുക്കുവാൻ ഫീസ് ഇല്ലാതെ, അല്ലെങ്കിൽ ബസ് കയറി നടന്നതും നടന്നു പോയതും, അല്ലെങ്കിൽ വള്ളത്തിൽ യാത്ര ചെയ്തതുമൊക്കെ ജീവിതം ഞങ്ങൾക്കുണ്ടായിരുന്നു. നമ്മൾക്ക് ഇന്ന് കാണുന്ന ഈ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അപ്പുറത്ത്, കയറിക്കിടക്കുന്ന സമ്പൽ സമൃദ്ധമായ നാട്ടിൽ കിടപ്പാടങ്ങൾക്കപ്പുറത്ത്, സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കപ്പുറത്ത് ആരും കാണാത്ത ഒരു പഴയ ചരിത്രമുണ്ട് മക്കളെ. അവിടെ നിന്ന് ആ ദൈവം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത് എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. കുഞ്ഞുങ്ങൾ അറിയട്ടെ. അവർ കഷ്ടപ്പെടാൻ പറയും, ഞാൻ പറഞ്ഞില്ല, ഹല്ലേലൂയ. അവർ വന്ന് ചോദിക്കുമ്പോൾ ഡാഡി അല്ല ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നത്, ഗോഡ് എനേബിൾ മീ ടു ബൈ ഇറ്റ് ഫോർ യു. അങ്ങനെ പറയണം. സ്തോത്രം. എൻ്റെ ബ്രദറിലോ, ഹല്ലേലൂയ, പാസ്റ്ററിനൊക്കെ അറിയാം, ഹല്ലേലൂയ, ഒരു റിച്ച് ഫാമിലിയാണ്. അപ്പോൾ ഒരിക്കലാണെങ്കിൽ അസംബ്ലി സോണിൻ്റെ അന്നത്തെ സൂപ്രണ്ടായിരുന്ന വൈ ജയരാജ് അവിടെ കാണാൻ വന്നു. അപ്പം എൻ്റെ ബ്രദറിലോടെ ഫാദറിന് ഒരു മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി 18 വയസ്സായ ഒരു മോട്ടോർ ബൈക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാദർ പറഞ്ഞു, ഞാനൊരു പൂർമാനായിരുന്നു, അതുകൊണ്ട് ഞാനെല്ലാം പ്രാർത്ഥിച്ചാണ് വാങ്ങി, നീയും നിൻ്റെ മുറിക്കകത്ത് പോയി എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അപ്പം എൻ്റെ ബ്രദറിലോ എന്ത് ചെയ്തറിയാമോ, ഡോറ് തുറന്നിട്ടിട്ട് അസംബ്ലി സോണിൻ്റെ അന്നത്തെ സൂപ്രണ്ടായിരുന്ന വൈ ജയരാജ് ഓടിക്കുന്നു, കർത്താവേ, അല്ലെങ്കിൽ മൈ ഡാഡി ടോൾ മീ ടു പ്രേ ബട്ട് ഹി ഹാസ് ഇനഫ് മണി, അല്ലെ, യു ജസ്റ്റ് ടെൽ ഹിം ടു ബൈ എ ബൈക്ക് ഫോർ മീ. അപ്പോഴേ ഡാഡി വന്ന് പറഞ്ഞു, ഇനി നീ പ്രാർത്ഥിക്കണ്ട, എനിക്ക് നാണക്കേടായി, ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്ന്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ, ഹല്ലേലൂയ, ദൈവമാണ് ഇത് തരുന്നതെന്ന് അത് പറയണം. ഇറ്റ്സ് നോട്ട് ഡാഡിയുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടല്ല, ഡാഡിയുടെ സാലറി സ്ലിപ്പ് കൊണ്ടല്ല നമുക്കിത് കിട്ടിയത്. ഇന്ന് രാവിലെ ശ്വാസം വിടാൻ ദൈവം ആരോഗ്യം തന്നുകൊണ്ട കുഞ്ഞെ ജോലി ചെയ്യാൻ പറ്റിയത്. അത് പറഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും ഷെയർ യുവർ ടെസ്റ്റിമണി വിത്ത് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അവരുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കണം. You want to make them engineers and doctors? I became an engineer, professional engineer. I was teaching in a college. Then God called me and put me in the ministry. അല്ല, ഇന്ന് എനിക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ല അതിനകത്ത്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ട്, ദൈവമേ, അമ്മേ അങ്ങ് 17-ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയാൽ മതിയായിരുന്നില്ല, വെറുതെ 4.5 വർഷം കൂടെ കോളേജിൽ പഠിച്ചില്ല, പിന്നെ ജോലി ചെയ്യാൻ പോയല്ലോ, കുറച്ചുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ കാലം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരാരാകുമെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. അല്ലല്ലേ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദാറ്റ് യു ഹാവ് ഇനഫ് മണി ടു സെൻഡ് ദം ടു സം പ്ലേസ് ആൻഡ് മേക്ക് ദം സ്റ്റഡി ഇൻ ദ ഹയർ കോഴ്സസ്. അല്ല, അവരെന്താകണമെന്ന് അവരെക്കുറിച്ചുള്ള ദൈവാലോചന ചോദിക്കണം. അങ്ങനെ ഒരു ചരിത്രം ബൈബിളിൽ ഉണ്ടെന്നേ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ, വായിക്കാൻ സമയമില്ല, ഞാൻ പറഞ്ഞു പോകും. റിബേക്ക, ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്കയുടെ ഉദരത്തിനകത്ത് ശിശുക്കൾ തമ്മിൽ തിക്കിയെന്നാണ് പറയുന്നത്. അല്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ ദൈവത്തോട് ചോദിക്കാൻ പോയി. ഇവിടുത്തെ എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസിയിലെ സ്കാൻ റിപ്പോർട്ടൊക്കെ കിട്ടും. ഇവിടെ ജെൻഡർ പറയുമായിരിക്കും അല്ലേ, ഇവിടെ പറയും. അമേരിക്കയിലും പറയാറുണ്ട്, ഇന്ത്യ പറയാറില്ല. പിന്നെ കൂടി വന്നാൽ പറയും എന്തെങ്കിലും വാട്ട് വി കോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പറയാൻ പറ്റും, ഇത്രയൊക്കെ ഉണ്ടെന്ന്. പക്ഷേ നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല.
ഏതെങ്കിലും സ്കാൻ റിപ്പോർട്ടിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ദൈവത്തോട് ചോദിക്കാൻ പോയി. ദൈവം ഒരു പ്രിന്റ് സ്കാൻ റിപ്പോർട്ട് കൈ കൊടുത്തു. നിന്റെ ഉദരത്തിൽ 2 ജാതികളുണ്ട്, നിന്റെ ഉദരത്തിൽ 2 വംശങ്ങളുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും. യഹോവയുടെ അനുഗ്രഹം ആകാശത്തിലെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അവൻ്റെ ഉണ്ടായിരിക്കും. ഇത് ആർക്ക് പറയാൻ പറ്റും? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇൻക്വയർ ഹല്ലേലൂയ ടു ഗോഡ് അബൌട്ട് യുവർ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തോട് ചോദിച്ചോട്ടെ, കർത്താവേ എൻ്റെ മോൻ്റെ ഭാവി എന്തായിത്തീരും എനിക്കറിയത്തില്ല, എനിക്ക് ഇത്രയും കഴിവേ ഉള്ളൂ, എനിക്ക് ഇത്രയും ഫ്ലുവൻസി ഉള്ളു, എനിക്ക് ഇത്രയും അറിവുള്ളൂ, ഞാൻ കാളയെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്നു, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഒരു നിലയിലെത്തിക്കാൻ അവൻ ആരായിത്തീരുമെന്ന് അങ്ങേക്കറിയാം. ദൈവത്തിൻ്റെ കൊടുത്താട്ട് അവനെക്കുറിച്ചുള്ള സകല റിപ്പോർട്ടും ഇന്ന് പകൽക്കാലം ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ കണ്ട അതേ ദൈവത്തിൻ്റെ പദ്ധതി ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുല ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിയാട്ടെ. ഹല്ലേലൂയ. ദൈവം അവർക്ക് ഭാവി കരുതി കൊടുക്കും. പറഞ്ഞ കുടുംബ പ്രാർത്ഥന വളരെ ഹല്ലേലൂയ ഹൃദ്യമായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞ് പഴയ നിയമ പ്രവാചന കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ വന്ന വഴികൾ ഒക്കെ അവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുഞ്ഞുങ്ങളും കൂടെ ഒന്നിൻ്റെ കാര്യം കൂടെ പറയുമ്പോൾ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇതുവരെ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും വിരോധം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഇത്രയും പറയാനുള്ള സമയം എനിക്കുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഡിവോഴ്സ് എന്നുള്ള വിഷയം ഒറ്റ വാക്കി പറയാം. ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. അതിൻ്റെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിശദമായി പറയാൻ പറ്റത്തില്ല. കണ്ടംപററി ആർഗ്യുമെൻറ്റ്സ് ആർ ദെയർ. ഒത്തിരി ഉണ്ട്. നിങ്ങൾ ഈ ഡിവോഴ്സ് ഉള്ളവർ അടുത്ത കല്യാണം കഴിക്കാൻ വേണ്ടി പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അതിനകത്ത് എഴുതുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാം? ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക. പിന്നെ ഒരാവശ്യം വരുമ്പം 3 കോളം കൊടുക്കാൻ വേണ്ടിയായിരിക്കും. തൻ്റേതല്ലാത്ത കാരണത്താൽ. പിന്നെ ആരുടെ കാരണത്താല? മറ്റയാളോട് ചോദിച്ചാൽ ആ പുള്ളിയും പറഞ്ഞ ആരല്ല, ഞങ്ങളുടെ 2 പേരുടെ കാരണത്താൽ എന്ന് വേണേൽ പറയാം. ഓക്കെ എന്ന് പറഞ്ഞാൽ തൻ്റേതല്ലാത്ത കാരണത്താൽ. ഓക്കെ, എനിവേ അതൊന്നുമല്ല. ഓക്കെ, ഞാൻ ആ ഭാഗം പിടിക്കാം. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ഒരിക്കലേ കുറച്ച് പേര് പരീക്ഷന്മാർ വന്നവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി വന്നു. മത്തായി 19-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് 6 വരെ. ഗുരു അല്ലെങ്കിൽ യേശുവെ, ഏത് കാരണം ചൊല്ലിയും ഹല്ലേലൂയ സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ, ശരിയാണോ ചോദിച്ചു. യേശു പറഞ്ഞു, അതിനകത്ത് 4 കാര്യങ്ങൾ യേശു പറഞ്ഞത്. കാരണം ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ദാറ്റ് മീൻസ് വെൻ ഐ പ്ലാൻഡ് ആൻഡ് പർപ്പസ്ഡ് ആൻഡ് ഐ ക്രിയേറ്റഡ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. പിന്നെ എന്തോ മാറ്റേണ്ടത്? ഞാൻ ഇടയ്ക്ക് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു, ഇന്നും എൻ്റെ ചിന്ത അത് തന്നെയാണ്, അങ്ങനെ അല്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം അത്രേ മോശം അത്. ദ സീക്രട്ട് ഓഫ് ഡിവോഴ്സ് ഈസ് ഹാർഡ്ഷിപ്സ് ഓഫ് ദ ഹാർട്ട്. അവരവരുടെ ഹൃദയത്തിന് സോഫ്റ്റ് ആകാത്ത ഹൃദയ നിമിത്തമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത ഹൃദയ നിമിത്തമാണ്, അംഗീകാരമില്ലാത്ത, ക്ഷമയില്ലാത്ത, കരുണയില്ലാത്ത, മനസ്സലിവില്ലാത്ത ഹൃദയകാഠിന്യമാണ് ഡിവോഴ്സിൽ കൊണ്ടെത്തിക്കുന്നത്. ദാറ്റ്സ് സിമ്പിൾ പ്രിൻസിപ്പിൾ. ദൈവം പറയും, അതുകൊണ്ട് വാട്ട് ഗോഡ് ഹാസ് ജോയിൻഡ് ടുഗദർ നെവർ മാൻ പുട്ട് അസൻഡർ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? വേർപിരിക്കരുത്. ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ യു ഹാവ് നോ റൈറ്റ്. ഹല്ലേലൂയ. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരംഭത്തിൽ പഠിപ്പിക്കണം. ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് ഇൻ ടു എ ഫാമിലി ലൈഫ്. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഷുഡ് ലാസ്റ്റ് ഫോർ എവർ. മരണത്താൽ അല്ലാതെ വേർപിരിയാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് തന്നെ കൊടുക്കാൻ ചർച്ചസ് ഷുഡ് കം ഫോർവേഡ് വിത്ത് സച്ച് കൈൻഡ് ഓഫ് ഹല്ലേലൂയ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ. ഹല്ലേലൂയ. അവർക്കൊക്കെ വിവാഹം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഇത് കൊടുക്കണം. വി ടേക്ക് ദാറ്റ്. അങ്ങനെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ മാരേജ് ലൈസൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാസ്റ്റേഴ്സ് ആർ ലൈസൻസ് ടു ഡു ദാറ്റ്. അത് ചെയ്യാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. എപ്പോഴും പറയണം, തിങ്ക് ലോങ്, തിങ്ക് ലോങ്. കുഞ്ഞേലിൽ 2 ആഴ്ച 3 ആഴ്ച ചാമിനസും ബ്യൂട്ടിയൊക്കെ തീരും, ഹണിമൂണും ഒക്കെ കഴിയും. പക്ഷേ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇഫ് യു മേക്ക് ക്രൈസ്റ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് യുവർ ഫാമിലി. യേശു ക്രിസ്തു കേന്ദ്രം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. ഓക്കെ, കുഞ്ഞുങ്ങളെ 2 കാര്യം കൂടെ 10 മിനിറ്റ് കൊണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ചുകൂടെ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ യഹോവ തരുന്ന ദാനമാണ്. എല്ലാ മാതാപിതാക്കളും പറയണം, ദൈവം തന്ന ദാനമാണ് എന്ത്? നിങ്ങൾക്ക് അതിനകത്ത് ഒരു പാർട്ടും ഇല്ല. ഗോഡ് യൂസ്ഡ് യു എ ടൂൾ, ഹല്ലേലൂയ, ടു ബ്രിങ് ഫോർ ദ ചിൽഡ്രൻ ഇൻ ദിസ് ലാൻഡ്. അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ നിങ്ങളുടെ ഉദരത്തെ ദൈവം കടമെടുത്തു, നിങ്ങളുടെ ശരീരത്തെ ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മക്കൾ യഹോവ തരുന്ന ദാനമാണ്. ഉദരഫലം ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. വീരന്റെ കയ്യിൽ 127-ാം സങ്കീർത്തനത്തിന്റെ 3, 4, 5 വാക്യങ്ങളാ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ കുഞ്ഞുങ്ങൾ ആരാണ്? ശ്രദ്ധിക്കണോ. ഇനി ചിൽഡ്രൻ ഓൾസോ. നൗ ദ ചിൽഡ്രൻ, ദോസ് ഹു ആർ ചിൽഡ്രൻ,
How many kids are here below 18 years old? Can you raise your hand? All the boys, girls. Good to see you. And I thank God that you are able to sit for 1.5 hours. Okay, God bless you. Okay, you will get a special gift. Okay, you know what is the gift? Ask your mom and dad. They will get you. Okay. അപ്പം ഇതാണ് അല്ലേ യൗവനത്തിലെ മക്കൾ. അവര് ദേ ആർ ലൈക്ക് ആരോസ്. എല്ലാവരുടെ മനസ്സിലേക്ക് ആരോ എന്ന് ഓർമ്മ വന്നു. ആരോ ഓർമ്മ വന്നു. ആരോ എന്ത് ആരോ എന്ന് പറയുന്നത് അമ്പ്. വീരന്റെ കയ്യിലെ അസ്ത്രം അമ്പ്. അമ്പുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എന്തോ ഉണ്ട്? വില്ലുണ്ട് അല്ലേ? അമ്പുണ്ടെങ്കിൽ എന്തോ ഉണ്ട്? വില്ലുണ്ട്. വില്ലില്ലാതെ എന്ത് വർക്ക് ചെയ്യത്തില്ല? ലിസൺ ടു കെയർഫുള്ളി. ഓക്കെ, നോ ആരോസ് വിൽ ഓപ്പറേറ്റ് ബൈ ഇറ്റ് സെൽഫ്. ഇറ്റ് ഹാസ് ടു ബി ഓപ്പറേറ്റഡ് with the strength of a bow and a string. Okay, now listen carefully. All the children, all the parents can close your eyes and ears. I'm going to talk to your children for a moment. Okay, so how an arrow operates, we need to keep the arrow in the bow and we need to pull the string to its length and its strength. Then we release the string and the arrow will go for an intended distance. That's the exact purpose we are training the children. നോക്കണം എങ്ങനെയാ ആരോയ്ക്കകത്ത്. അപ്പം ഇവർ അയ്യോ എന്തോ ഒരു ടെൻഷനാണ് വീട്ടിനകത്തോട്ട് കയറി വന്നോണ്ടേ അപ്പനും അമ്മയും കൂടെ എനിക്ക് തരുന്നത്. നമ്മൾ പുള്ളിയെ പുറകോട്ട്. ദൈവം ആഗ്രഹിക്കത്തിൽ ഈ അമ്പ് ഷാർപ്പൻഡ് പോളിഷ്ഡ് അല്ലെങ്കിൽ പോയിന്റഡ് വെപ്പൺ ടു ഫ്ലൈറ്റ് ഫോർ എൻ ഇന്റൻ ഡിസ്റ്റൻസ് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് പുറകോട്ട് വലിക്കുന്നത്. പാട്ട് പാടടാ, പ്രാർത്ഥിക്കടാ, ചർച്ചിൽ പോടാ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം വി ആർ ട്രെയിനിങ് അപ്പ് ദ ചിൽഡ്രൻ ഇൻ ദ ഇന്റൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, പുൾ ദ സ്ട്രിങ്. അവിടെ നമ്മൾ വാക്യം പഠിപ്പിക്കേണ്ടടുത്ത് വാക്യം പഠിപ്പിക്കണം. ഞാൻ ഇന്ന് രാവിലെ ദൈവാസനോട് ഇന്നലെ കണ്ട് സംസാരിച്ചാ. എനിക്കിഷ്ടമില്ലായിരുന്നു ഈ എൻ്റെ 15ാമത്തെ വയസ്സ് എൻ്റെ ഒരു 8000 വാക്യം എന്നെ കൊണ്ട് കാണാൻ പഠിപ്പിച്ചു എൻ്റെ അമ്മ. 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ വൈകുന്നേരം ഒരു സങ്കീർത്തനം പഠിച്ചില്ലെങ്കിൽ പാസ്റ്റർ ചോറ് തരത്തില്ലായിരുന്നു. ഇഷ്ടം കൊണ്ട് പഠിച്ചില്ല. ആർത്തിമൂത്ത് പഠിച്ചത് ഇതല്ല. 1 തൊട്ട് 150 സങ്കീർത്തനം എന്നെ കൊണ്ട് കാണാൻ പഠിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? വൈകുന്നേരം ചോറ് കിട്ടാൻ വേണ്ടി. ഒരു പിടി ചോറിന് വേണ്ടി ഇതൊക്കെ ചെയ്തെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു പിടി മണ്ണിന് വേണ്ടി എന്തൊക്കെ ചെയ്യും അല്ലേ? അതല്ല. പക്ഷെ ഇന്ന് എനിക്ക് ഒത്തിരി ഉപകാരമായി കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടല്ലേ ഒരു പ്രദർശന വസ്തുവായിട്ട് എൻ്റെ മോന് 7000 വാക്യം അറിയാം, 1500 വാക്യം കാണാമെന്ന് പറയും, 119 സങ്കീർത്തനം പറയുന്നൊക്കെ പറയുന്നായിരുന്നു അവരുടെ അഭിമാനം. അല്ലാതെ മക്കൾ ഹല്ലേലൂയ എഞ്ചിനീയറും ഡോക്ടറും ഹല്ലേലൂയ CEOs ഒന്നും ആകുന്നതല്ല. ദേ നോ ബൈബിൾ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 35 അല്ല 36 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അന്ന് പഠിച്ചത് ഗുണമായെന്ന്. ഞാൻ പറഞ്ഞതല്ല, അന്നങ്ങ് ഭയങ്കര സ്ട്രെങ്ത്. എല്ലാവരും പന്ത് കളിക്കാൻ പോകുന്നു, എല്ലാവരും പിന്നെ അല്ല മരത്തെ കയറാൻ പോകുമ്പോഴൊക്കെ നമ്മളെ പിടിച്ചിരുത്തി മണ്ണെണ്ണ വിളക്കിനകത്തിന് മുന്നിൽ ഇരുത്തിക്കൊണ്ട് പഴയ പാട്ടെല്ലാം പഠിപ്പിച്ചു. സിയോൻ ഗീതാവലി എല്ലാം കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ പഴയ പാട്ടൊക്കെ എനിക്ക് അറിയാവുന്നത്. അത് അക്ഷരം തെറ്റാതെ മേളിൽ നിന്ന് താഴോട്ട് പാടണം. ഇടയ്ക്കൊന്നും പാടിയ പാടില്ല. ട്യൂണൊന്നും വിഷയമൊന്നും അല്ല. അങ്ങനെയൊക്കെ ചിട്ടയായിട്ട് വളർത്തിയത് കൊണ്ട് പിൽക്കാലത്ത് അത് ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെട്ടു. ട്രെയിൻ യുവർ ചിൽഡ്രൻ, സീ ദം ആസ് ആരോസ്. കാരണം 2 സ്വപ്നങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അബൌട്ട് യുവർ ചിൽഡ്രൻ, ദ ഡ്രീം ഓഫ് ഗോഡ് ആൻഡ് ഡ്രീം ഓഫ് മെൻ ഓർ ദ സേറ്റൻ. മനുഷ്യന്റെ ലോകത്തിന്റെ സ്വപ്നവും പിശാചിന്റെ സ്വപ്നവും ദൈവത്തിന്റെ സ്വപ്നവുമുണ്ട്. എന്താ പിശാചിന്റെ സ്വപ്നം? വാട്ട് ഈസ് ദ ഫിയർ ഓഫ് ദ എനിമി? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8, 9, 10. അവനോട് നടന്നു കുഴപ്പമൊന്നുമില്ല. എത്തി നോക്ക്. അവന് നാളെ പ്രസംഗിക്കണ്ടല്ലോ ഇതിലേക്ക്. അപ്പം മാത്രം പാടിയാൽ മതിയോ? പറഞ്ഞു. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ശ്രദ്ധിക്കണം, വാക്യം ശ്രദ്ധിക്കണം. തലയിലൊന്നും വീഴാൻ നോക്കിയാൽ മതി. പറഞ്ഞു. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയും ഉള്ളവരാകുന്നു. ഇസ്രായേൽ ജനം, ഫറവോൻ പറയാണ്, ലുക്കിംഗ് അറ്റ് ദ ജനറേഷൻ ദാറ്റ് ഗ്രോയിങ് ഇൻ ദ ലാൻഡ് ഓഫ് ഗോഷൻ, ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ദ ന്യൂ ജനറേഷൻ. ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് മിസ്രയീമിന്റെ അധിപതിയായ ഫറവോൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇസ്രായേൽ മക്കൾ നമ്മളെക്കാൾ ജനബാഹുല്യമുള്ളവരാണ്, ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ട് പോയിക്കളയാൻ നമ്മെ തോൽപ്പിക്കും. ശ്രദ്ധിക്കണം. If the children of the Israel grow and multiply, they will make an army and fight against us. ഞാൻ പറഞ്ഞതിന്റെ ദൂത് മനസ്സിലായോ? ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളരാൻ വിട്ടാൽ, ഒന്നും കൂടെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ കുടുംബത്തിൽ അടിമ നുകത്തി കിടക്കുമ്പോഴും ഇഷ്ടികച്ചൂളയിൽ ചെളി കുഴയ്ക്കുമ്പോഴും കറപുരണ്ട വസ്ത്രം ധരിക്കുമ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന തോറായും വചനങ്ങളും ആരാധനയും യാഗവും കണ്ട് ഇവർ വളർന്നാൽ they will make an army against us. അവർ നമുക്ക് വിരോധമായി ഒരു സൈന്യത്തെ ഉണ്ടാക്കും. അതായിരുന്നു, that was the fear of Pharaoh. ഫറവോന്റെ ഭയം അതായിരുന്നു. ദിസ് ഈസ് ദ സെയിം ഫിയർ. പിശാചിന്റെ ഭയം ഇത് തന്നെ.
ഇങ്ങനൊരു തലമുറ വളർന്നാൽ സൺഡേ സ്കൂളിന് പോകുന്ന, സഭായോഗത്തിനിരിക്കുന്ന, ആത്മാവിൽ പാടുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, അന്യഭാഷ പറയുന്ന, കൃപ ജ്വലിപ്പിക്കുന്ന, വചനത്തിൽ ഉറയ്ക്കുന്ന, ആത്മാവിൽ നിറയുന്ന ഒരു തലമുറ വളർന്നു വന്നാൽ പിശാചിന്റെ കോട്ടകൾ തകരുമെന്ന് പിശാചിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടായി കുഞ്ഞുങ്ങൾക്ക് നേരെ പിശാചിന്റെ ഇത്ര വലിയ പോരെന്ന് എന്തു പറഞ്ഞു? ലെറ്റ് ദം ഫാൾ ഇൻ ദ റിവർ ഓഫ് നൈൽ. ഹല്ലേലൂയ. വഴി പിഴപ്പിക്കുന്ന, വളർന്നു നിൽക്കുന്ന ചീങ്കണ്ണികളുള്ള നീല നദിയിലേക്ക് അവരെ വലിച്ചെറിയൂ. ഉപദേശ വിരുദ്ധമുള്ള കാര്യങ്ങൾ, ആകർഷണമുള്ള ലോകത്തിന്റെ മോഹം, ദൈവത്തിന്റെ സ്വപ്നം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എല്ലാവർക്കും അറിയാം. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിലും ഫോർ ഈച്ച് ആൻഡ് എവറി ചിൽഡ്രൻ ഗോഡ് ഹാസ് എ ഡ്രീം. ഹല്ലേലൂയ. സർപ്പത്തിന്റെ തല തകർക്കുന്ന സന്തതി പുറത്തു വരണം. സർപ്പത്തിന്റെ, എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? സർപ്പത്തിന്റെ തല തകർക്കുന്ന സന്തതി പുറത്തു വരണം. സർപ്പത്തിന്റെ തല തകർക്കുന്ന സന്തതികൾ, ആത്മീയ സന്തതികൾ സഭയ്ക്കകത്തുണ്ടാകണം. ഇനി ഒരു പ്രാവശ്യം പോലും ഏതനകത്ത് നുഴഞ്ഞു കയറിയിട്ട് വിലക്കപ്പെട്ട കനികൾ അതരത്തിൽ വെച്ച് ആസ്വദിച്ച് ആലയത്തിന്റെ നന്മയും ആത്മീയ ആരാധനയും നഷ്ടപ്പെട്ട് അല്ലല്ലോ വിയർപ്പോടെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ലോകത്തിനു വേണ്ടി ഓടുന്ന തലമുറയല്ല ദൈവത്തിന് വേണ്ടത്. We are looking for a generation trampling upon the head of the serpent. That means പിശാചിന്റെ പദ്ധതി പൊളിച്ചെഴുതുന്ന തലമുറ. ഹല്ലേലൂയ. ആ വിശ്വാസം അകത്തോട്ട് കയറിയാണ്. അങ്ങനെ സ്വപ്നം കാണണം. അപ്പോൾ ആ സർപ്പത്തിന്റെ തല തകർക്കുന്ന അവിടെയാണ് മാതാപിതാക്കൾ തീരുമാനിച്ചത്. അതുകൂടെ പറയുമ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. അങ്ങനെ ഒരു കൽപ്പന അല്ലേ എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത് മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസമാണ്. സ്തോത്രം. 24 തൊട്ട് മോശയുടെ വിശ്വാസമാണ്. Hebrews chapter 11 verse 23. Hallelujah. The faith of Moses' parents. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. അല്ലല്ലേ ഞാൻ പറയുന്ന സൗന്ദര്യം നേരത്തെ ഓർപ്പിച്ചല്ലോ. അല്ലെ അത് റിലേറ്റീവ് ആണ്, ആപേക്ഷികമാണ്. അവർ കണ്ട സൗന്ദര്യം അകത്തെ സൗന്ദര്യമാണ്, പുറത്ത് സൗന്ദര്യമല്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയത്തില്ല. When Moses born, the parents saw him as a beautiful child, but after years later they could recognize that he was a man with stuttering and stammering. അപ്പോൾ ഇന്നലെ കണ്ട സൗന്ദര്യം അകത്തില്ലല്ലോ, വാക്കിന് സൗന്ദര്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറമേയുള്ള സൗന്ദര്യത്തെ വിലയിരുത്തരുത്. അപ്പോൾ കാണേണ്ടത് ഇവൻ ആരാകുമെന്നുള്ള സൗന്ദര്യമാണ്. എൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ, എൻ്റെ കുടുംബത്തിൽ ജനിച്ച, ഞാൻ താലോലിച്ച് വളർത്തുന്ന, ഞങ്ങൾ കൈപിടിച്ച് നടത്തുന്ന, അല്ല സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ക്യാൻ യു പ്രൊനൗൺസ് ദാറ്റ് ദ ചിൽഡ്രൻ വി ആർ ഗിവിംഗ് ഹല്ലേലൂയ ദ വേർഡ് ഓഫ് ഗോഡ് ദേ ആർ ഗോയിങ് ടു ഗ്രോ ആസ് ആൻ ആർമി ഫോർ ദ ലോർഡ്. ഹല്ലേലൂയ. അവർ ദൈവത്തിന് വേണ്ടി ഒരു ഹല്ലേലൂയ സൈന്യമായി വളരും. അവർ ഹല്ലേലൂയ 3 മാസം ഒളിപ്പിച്ചു വെച്ചു വിശ്വാസത്താൽ. അത് കഴിയത്തില്ല. പിന്നെ നീലനദിയിലേക്ക് എറിഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ അവർ തീരുമാനിച്ചു എല്ലാ മാതാപിതാക്കളും വളർത്തുന്ന പോലല്ല ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്താൻ പോകുന്നത്. എല്ലാവരും കോളേജിൽ വിടുന്ന പോലെ ഞങ്ങൾ വിടത്തില്ല. ഞാൻ പറയുന്നതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാട്ട്. എല്ലാവരും പഠിപ്പിക്കുന്ന പോലല്ല ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തുന്നത് വി ഹാവ് എ യൂണീക്ക് പ്ലാൻ ഫോർ ദം. ഞങ്ങൾക്കൊരു ചിട്ടയുണ്ട്. എന്ത് ചെയ്തു? അവൾ ഒരു ഞാങ്ങണ കൊണ്ട്, പുറപ്പാട് പുസ്തകം ചേർത്ത് പറയുക, ഞാങ്ങണ കൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു പെട്ടകം ഉണ്ടാക്കി നില വാങ്ങിയെന്നാണ്. അല്ലല്ലേ ദേ ബോട്ട് ആൻ ആർക്ക് എന്നാണ്. അല്ലല്ല ഞാങ്ങണപ്പെട്ട ആരോ എവിടെ ഉണ്ടാക്കിയ ഒരു പെട്ടകം അവർ വാങ്ങിച്ചു. നമുക്കല്ലേ ഈ ന്യൂസിലൻഡിലുള്ള എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ഒരു കോളേജ് ഒന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലേ എബനേസർ പെൻറ്റക്കോസ്റ്റൽ കോളേജ് പണങ്ങരുത്, ന്യൂ ലൈഫ് പെൻറ്റക്കോസ്റ്റൽ കോളേജ്, അല്ലേ ഹാമിൽട്ടൺ പെൻറ്റക്കോസ്റ്റൽ കോളേജ്, അങ്ങനെയൊന്നും നമുക്ക് ഇനി അങ്ങോട്ട് തിരിച്ചു ചെല്ലണ്ട എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞത് ഒരട്ടം തൊട്ട്. അല്ല നമുക്കങ്ങനെ സ്വന്തമായിട്ടൊന്നും ഇല്ലെന്നേ. പിന്നെ എവിടെ വളർത്തേണ്ടത്? അല്ലല്ല നിരീശ്വരവാദിയും ലെസ്ബിയനും ഗേയും അല്ലല്ലേ LGBT എല്ലാ വിവാഹങ്ങളും അല്ല ദൈവം ഇല്ലെന്ന് പറയുന്നവനും മനുഷ്യനില്ലെന്ന് പറയുന്നതിനും പോലും പഠിക്കുന്ന നടത്താൻ കുഞ്ഞുങ്ങളെ വിടേണ്ടത്. ബട്ട് യു ക്യാൻ മേക്ക് ആൻ ആർക്ക് ഫോർ ദം. നിങ്ങൾ കീലും പശിയും തേച്ച ഒരു പെട്ടകത്തിനകത്താ നിങ്ങളുടെ തലമുറയെ വളർത്തുന്നതെങ്കിൽ ഈ നീല നദിയിലെ ഒരു തുള്ളി വെള്ളം അകത്ത് കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജൂവും മുസ്ലിമും എത്തിസ്റ്റും ഹല്ലേലൂയ നോർമൽ ക്രിസ്ത്യനും ദൈവം ഇല്ലാത്തവനും പഠിക്കുന്ന അതേ നീല നദിക്കകത്ത് നിങ്ങളുടെ തലമുറയെ വിട്ടാൽ, ഒരു കാര്യം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, കീലും പശിയും തേച്ച പെട്ടകത്തിലാണെങ്കിൽ 40 വർഷം കഴിയുമ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഉപദേശം വീട്ടിൽ വരുമെന്ന്. എത്ര പേർക്ക് ആത്മാവിൽ അത് ഏറ്റെടുക്കാൻ പറ്റും? ദൈവകൃപയും ദൈവവചനവും ആത്മാവും കൊടുത്താണ് നിങ്ങളുടെ തലമുറയെ നിങ്ങൾ അയക്കുന്നതെങ്കിൽ
അവർക്ക് ചുറ്റും മതിലായി ദൈവം തുണ നിൽക്കും. നീല നദിയിലെ ഒരു ചീങ്കണ്ണിക്കും അവരെ വിഴുങ്ങാൻ കഴിയത്തില്ല.